ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കൂടെ കൂട്ടിയിട്ടുണ്ട് അർജയാൻഡപ്പ്. ഞാൻ എവിടെ പോയിട്ടില്ല, ഞാൻ എവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അധികം ഊക്കാനുള്ള വകുപ്പൊന്നും ബാക്കിയുള്ളവർക്കില്ല, കാരണം ബാക്കിയുള്ളവരും ഊക്കിട്ടിട്ടിരിക്കുന്നതാണ് അല്ലേ, ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ടാലി ആയിട്ട് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ പോകുന്നതായിരിക്കും. സോ ഇന്ന് നമ്മള് പ്രീമിയർ ലീഗ്, ലാ ലീഗ, ചാമ്പ്യൻസ് ലീഗ്, CI എല്ലാ ലീഗുകളും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ചെറുതായിട്ട്, പെട്ടെന്ന്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട്. സീസൺ തുടങ്ങിയ സമയം ചെൽസി പറഞ്ഞു, ഞാനും അതെ നിങ്ങളും അതെ. നീ ആഴ്സണൽ പറഞ്ഞു. അല്ല, ഞാൻ ആഴ്സണലാ പറഞ്ഞിരുന്നത്. അല്ല, ചെൽസി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചെൽസി പറഞ്ഞു, ചെൽസി പറഞ്ഞു, ആഴ്സണൽ സെക്കൻഡാ പറഞ്ഞത്. ആഴ്സണൽ സെക്കൻഡാ പറഞ്ഞു, ചെൽസി അടിക്കുന്ന പറഞ്ഞു. എന്നാ അതിന്റെ ഒപ്പം തന്നെ നീ ലിവർപൂൾ എന്താ പറഞ്ഞു, അതിന്റെ ഒപ്പം പറഞ്ഞെന്ന് പറഞ്ഞാ ഇസാക്ക് ലിവർപൂൾ വന്ന് ഇങ്ങനെ ഇസാക്ക് അടിക്കുമെന്ന് പറഞ്ഞു. ഭയങ്കരമായിരിക്കും പറഞ്ഞത്. ഭയങ്കരമായിരിക്കുന്നു. പക്ഷെ ഇസാക്കിനെ വലുതായിട്ട് ഞാൻ കാണുന്നില്ല. അതേ സമയത്ത് ചേട്ടൻ പറഞ്ഞായിരുന്നു, ഈ പറഞ്ഞ പോലെ ഒരു ക്ലബ്ബിൽ കളിച്ചെന്നും പറഞ്ഞ് മറ്റൊരു ക്ലബ്ബില് കളിക്കണമെന്നൊന്നുമില്ലാന്ന്. അപ്പൊ ആ ഒരു സെനിയറിയാണ് കണ്ടുവന്നേക്കണേ. പക്ഷെ ഇതുവരെ നോക്കിക്കഴിഞ്ഞാ ലിവർപൂളിന്റെ ബിസിനസ് എല്ലാം മൂഞ്ചിട്ടില്ലേ, ഫ്ലോപ്പ് അല്ല. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പറയാൻ സമയം ആയില്ല എന്നുള്ളതാണ്. 7 മാച്ചല്ലേ കഴിഞ്ഞുള്ളൂ. കാരണം ഫ്ലോറിയൻ വേർഡ്സിന് ഞാൻ ഓബിയസ്ലി സീസണിനെക്കാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഓഫ് ദി സീസൺ ഫ്ലോറിയൻ വേർഡ്സ് ആയിരിക്കും. അത് ഏറെക്കുറെ അങ്ങനെ. പക്ഷെ വേറെ പ്രശ്നം ഒന്നും വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ആകുമ്പോൾ ഭയങ്കര ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് 7 മാച്ച് അല്ലേ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കളഞ്ഞാലും ചിലപ്പോൾ ഈ 7 മാച്ച് ആയിരിക്കും ഡിസൈഡർ ആവാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു സീനാണ്. സോ ഇപ്പോ സീസൺ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഓരോ ടീമിന്റെ അവസ്ഥയും ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ പക്ഷെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ എന്തായാലും എന്റെ ടീം കപ്പടിക്കുമെന്നാ ഈ പറഞ്ഞതുപോലെ ട്രോഫി വെക്കുന്നു. ഞാൻ ഒറ്റ കേസേ പറഞ്ഞുള്ളൂ, ബെസ്റ്റ് അറ്റാക്ക് യുണൈറ്റഡിന്റെ ആയിരിക്കുമെന്ന്. പക്ഷെ നല്ല ഷിറ്റ് അറ്റാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ ആ പ്ലെയർ ഞാൻ കാണുന്നില്ല സത്യമായിട്ടും. പക്ഷെ ഞാൻ പേരോർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞതാ. എസ്താവോ ഞാൻ പേരോർത്ത് വെക്കാൻ പറഞ്ഞാ. അല്ല, ബ്രൂണോടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഡീപ്പർ റോളാ കളിക്കണ. പല പ്ലേയേഴ്സും ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്നവരുണ്ട്, അതൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എനിക്കിപ്പോഴും വിശ്വാസം ഒന്നും പറയാത്തതല്ല. നിന്റെ ഫാൻസിനതാ വേണ്ടത്. ചിലർക്ക് ഇതൊന്നും പറയണോ. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു PSG vs ബാഴ്സലോണ ജയിക്കുമെന്ന്. ബാഴ്സലോണ തോറ്റി. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും എനിക്ക് ഉറപ്പായി PSG അടിക്കുമെന്ന്. ഞാൻ അതേപോലെ തന്നെ ലൈവിൽ മാറ്റി പറയുകയും ചെയ്തു. PSG അടിച്ചു. ഞാൻ പറഞ്ഞു ഹക്കീമിയുടെ ഭാഗത്തുനിന്ന് ഒരു ക്രോസിലേക്ക് അസിസ്റ്റ് വരുമെന്ന്. അതേപോലെ തന്നെ വന്നു. പക്ഷെ അതിലും വിവാദമൊക്കെ ഉണ്ട്. അതെ അതെ, തോറ്റു കഴിയുമ്പോ റയൽ മാഡ്രിഡ് ആണെങ്കിൽ കണ്ണടച്ച് എല്ലാവരും പറയും ഞങ്ങൾ കാശ് കൊടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഓഫ് സൈഡിന്റെയാണോ? ഓഫ് സൈഡിന്റെ കേസ് എന്ന് വെച്ചാൽ ആ വിഷ്വല് കാണിച്ച വിവാദമായി എന്ന് പറഞ്ഞ സംഭവല്ലേ. പിന്നെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എല്ലാം ന്യായീകരണം മാത്രമേ ഉള്ളൂ. തോൽവി. പിന്നെ ഞങ്ങക്ക് പറയാൻ 15 കപ്പില്ല, അത് വേറൊരു വാസ്തവം. സ്മോൾ മെന്റാലിറ്റി പ്രീമിയർ ലീഗ് ഇപ്പോ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് 2 ടീം മാത്രമേ ടോപ്പ് 4 ഉള്ളൂ. ആഴ്സണൽ, ലിവർപൂള്. ബാക്കിയുള്ള ഉൾപ്പെടുന്ന ടോട്ടൻഹാം 3rd ആയിരിക്കുന്ന, ബോൺമൗത്ത് 4th ആയിരിക്കുന്ന, ഈ പറഞ്ഞ സണ്ടർലാൻഡ് ആയിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ പാലസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. യുണൈറ്റഡ് പിന്നെ അണ്ടർ പെർഫോമിംഗ് ആണ്. ആസ്റ്റൺ വില്ല എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ടീമാണ്, അണ്ടർ പെർഫോമിംഗ് ആണ്. ന്യൂ കാസില് അവർ വിചാരിച്ചൊരു ഇതിലോട്ട് ആയി വന്നുള്ളൂ തോന്നണ. പിന്നെ ഈ പറഞ്ഞ പോലെ സല ഒരു ഫോം ഔട്ട് ആയതുപോലെ തോന്നിയിട്ടുണ്ടോ? സല ഫോം ഔട്ട് അല്ല, സലയെ കാണുന്നില്ല. ഞാൻ അത് തന്നെയാണ് ഞാൻ അന്നും പറയാൻ ശ്രമിച്ചൊരു കാര്യം. സലയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോമിന്റെ മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ പലപ്പോഴും നമ്മൾ പല മാച്ചിലും കാണില്ല. അതുകൊണ്ട് പുള്ളി ഫോമാണോ ഇല്ലയോ എന്നല്ല ഞാൻ പറഞ്ഞു പോകുന്നത്. എന്നുവെച്ചാൽ ചിലപ്പോൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പുള്ളി ആകെ കാണാൻ പറ്റുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വിങ്ങിലേക്ക് ബോൾ വരും, പുള്ളി എടുക്കും ഓടും. ഇത് കഴിഞ്ഞാൽ പുള്ളിയെ കാണില്ല. അങ്ങനെ ഒരു സീൻ സാലൊക്കെ ഉണ്ട്. അത് അതിനെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ലിവർപൂളിനൊരു വലിയ നല്ലൊരു തിരിച്ചടിയാണ് അല്ലേ, ഏറെക്കുറെ. കാരണം ആ വിങ്ങിന്ന് പൊട്ടും കളി വരാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു യാക്പോ കളിക്കുന്നുണ്ടില്ല എന്ന് പറയണില്ല, പക്ഷെ ബാലൻസ് തെറ്റില്ല ലിവർപൂളിന്റെ. അവര് മിഡിലായിരിക്കോട്ടെ, ഫ്ലോറിവേഡ്സിനെ കളിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മിഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ തവണ സോബോസ്ലായി മെക്കാലിസ്റ്റർ ഗവൺമെന്റ് കളിക്കുമ്പോ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അവര് തമ്മിൽ. പക്ഷെ ഇപ്പൊ അതില്ലല്ലോ. കഴിഞ്ഞ കുറച്ചു നേരമൊക്കെ ഈ സീസൺ പക്ഷെ ആഴ്സണൽ കപ്പടിച്ചില്ലെങ്കിൽ ഇനി അടിക്കും.
ഇപ്പൊ പ്രഡിക്ട് ചെയ്യാനായില്ല. പക്ഷെ എന്നാലും എനിക്ക് ആർസണലിൽ ഒരു സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ഒരു കളി. ഞാൻ മുമ്പൊക്കെ നമ്മളെപ്പോഴും ഇത് പറയാം, ഞാൻ പ്രീമിയർ ലീഗ് വെച്ചാൽ മറ്റേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊക്കെ പ്രീമിയർ ലീഗ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിലൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണലിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എവിടേക്കും ഒരു മിസ്സിംഗ് ഉണ്ടാകുന്ന സാധനമില്ലേ, ആർസണലിൽ എന്തൊക്കെയോ മിസ്സിംഗ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും കളി കാണുമ്പോൾ. അതൊക്കെ മാറ്റി ഒരു ആർസണലിനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കപ്പടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പോകണം, പക്ഷെ എന്നാലും ചാൻസ് ഉണ്ട്. അല്ല, ഇപ്പൊ ഒരു സോളിഡ് ടീം ആയിട്ടുണ്ട്, എല്ലാവർക്കും പക്കാ റീപ്ലേസ്മെന്റ്സ് ഉണ്ട്. ഇപ്പോ എസ് എ വന്ന് മാർട്ടിനെലിക്ക് ഇതുണ്ടായിട്ടുണ്ട്, ഇപ്പോ അതേപോലെ തന്നെ മറ്റേ മഡുവെക്ക് വന്നിട്ട് സാക്കിക്ക് ഇതായിട്ടുണ്ട്, സുബിമിന്റെ ആയിക്കോട്ടെ മെറീനോ ആയിക്കോട്ടെ, ഗോൾ അടിച്ചില്ലാന്നുള്ളൂ, പക്ഷെ എന്നാലും മൂവ്മെന്റ്സ് ഉണ്ട്. നല്ലൊരു അല്ല, ഈ പറഞ്ഞ പോലെ സലേനെ കാണില്ലെങ്കിലും ഗൈക്കർസിനെ കാണാൻ പറ്റും. പിള്ളേരുടെ മുടി കാണാൻ പറ്റുന്നുണ്ട്. അതെ, ആകെ ടച്ച് ചെയ്യുന്ന മുടി. പക്ഷെ ഗൈക്കർസ് പോണോടത്തോളം ഒന്നും കൂടി സെറ്റ് ആയി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോഴേക്ക് സീസൺ അവസാനിക്കുമെന്നാണ് എന്റെ ഒരു പേടിയില്ലല്ലേ. നോക്കാം. ആർസണൽ ഇപ്പൊ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, സീസൺ ലാസ്റ്റ് അതാണ്, അതേപോലെ ഇത്തവണ സംഭവിക്കോ, ലാസ്റ്റ് കൊണ്ടേ കളയോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എവിടെയൊക്കെയോ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു ഒരു ഇതുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അത് തോന്നണില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മാറ്റത്തിനുള്ള തുടക്കമായിരിക്കാം ഇതെല്ലാം. സിറ്റി വൈൽഡ് കാർഡ് എൻട്രി അടിച്ച് വരാൻ ചാൻസ് ഉണ്ട് ടൈറ്റിൽ റേസിലോട്ട്. സിറ്റി നന്നായിട്ട് ഒരു മാറ്റം കാണുന്നുണ്ട്. ആ ഫസ്റ്റ് 2 മാച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കളി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഹാളണ്ട് ആണെങ്കിൽ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ശരി ഗോൾ അടിച്ചിട്ടുണ്ട്, ടോപ്പ് സ്കോറിൽ ഫസ്റ്റ് തന്നെ. ശരി, ബിഗ് മാച്ച് വന്നാലേ എന്റെ ഒരു ഇതില് സിറ്റിക്ക് അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഇതൊരു സീസൺ വന്നിട്ടില്ലല്ലോ. വന്നത് യുണൈറ്റഡ്. അല്ല, ഇനിയിപ്പോ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴും പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്റെ ഒരു അതൊരു സേഫ് സ്ഥലമാണ്. ഗോൾ കേറില്ല എന്നൊന്നല്ല പറയണേ, പക്ഷെ പുള്ളിയുടെ അങ്ങനെ പോകൂല. വന്ന ഫസ്റ്റ് യുണൈറ്റഡ് അല്ല അതിലും 2-3 സേവ് അടിച്ചു. അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ വന്ന ഗോളി അത്യാവശ്യം കഴിഞ്ഞ കളി സെൻട്രലാൻഡ് ഇറങ്ങിയ ലെമൻസ് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഒനാന യുണൈറ്റഡിൽ നിന്ന് പോയി 2 കളി മാൻ ഓഫ് ദ മാച്ച് ആണ്, ഒരു അസിസ്റ്റന്റ്. റാഷ്ഫോർഡ് യുണൈറ്റഡിൽ പോയി കലക്കാൻ കളി കളിക്കണം. ആന്റണി ഈ പറഞ്ഞതുപോലെ ബെറ്റിസി പോയി കലക്കാൻ കളി കളിക്കണം. ആരെല്ലാം യുണൈറ്റഡിൽ നിന്ന് പോണുണ്ടോ? അപ്പൊ ആരുടെ പ്രശ്നം? യുണൈറ്റഡ്. ആ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം കോച്ച് മാറുന്നുണ്ട്, കളിക്കാര് മാറുന്നുണ്ട്, പക്ഷെ ആ ക്ലബിൽ കളിക്കുന്ന സമയത്ത് മാത്രം ഇതെന്താണെന്നുള്ളത് പ്രഷറിനെയും കൂടെ ആവോടാ. എന്ന് വെച്ചാൽ ഞാനത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ക്ലബ്ബിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ഭയങ്കര അടിപൊളി പെർഫോം ചെയ്യുന്നുണ്ടാവും, അപ്പൊ ചിലപ്പോൾ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ തിരിച്ചും പറ്റാം. മേ ബി പ്ലേയേഴ്സിനുള്ള ഫ്രീഡം ചെറുപ്പില്ലാത്തോണ്ടായിരിക്കും. അതുവാ കോച്ചസിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. റൂബൻ അമോർത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളി കുറച്ച് മാറണം. അതിപ്പോ ഞാൻ ആൻസി ഫ്ലിക്കിന്റെ കേസിലും പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേറൊരു സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേയേഴ്സ് ഉണ്ട്. ഈ പ്ലേയേഴ്സിന്റെ ഒരു നമ്മുടെ റിസോഴ്സ് എന്ന് പറയുമല്ലോ, ഈ റിസോഴ്സ് എങ്ങനെയാണ് അതിനെ കറക്റ്റാക്കാൻ ചെയ്യാൻ പറ്റണം. ഇതില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ നിൽക്കും, പക്ഷെ തോൽവി ഞാൻ ഇങ്ങനെ ഏറ്റു വാങ്ങിച്ചോണ്ടേ ഇരിക്കും എന്നുള്ള ഒരു സംഭവം. അപ്പൊ അതുകൊണ്ടല്ലേ ബ്രൂണോനെ ആ ഒരു ഫോമോട്ടായിട്ട് കാണാൻ വേണം. ബ്രൂണോനെ കുറച്ചും കൂടി ഒരു ഡീപ്പർ റോൾ ഇട്ടേക്കണോണ്ട് ആണ്. പക്ഷെ യുണൈറ്റഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ കളി കണ്ടു കഴിയുമ്പോൾ അവസാനം എനിക്ക് വിഷമമൊക്കെ തോന്നും. ആഴ്സണലായിട്ട് സീസൺ ഫസ്റ്റ് കളി കണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഈ സീസൺ കലക്കാൻ കളിയായി. കാരണം അത് നന്നായി പെർഫോം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടൈറ്റ് കളി കളിച്ചു, പക്ഷെ അപ്പോഴും അതുണ്ടായില്ല. പക്ഷെ എന്നാലും ഞാൻ നോക്കിയപ്പോ എംബാമ മാത്യൂസ് ടൂന ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവം കണ്ടു. പക്ഷെ അതിനുശേഷം എന്തൊക്കെ മിസ്സിങ്. പക്ഷെ എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷ ഉണ്ട് യുണൈറ്റഡ് തിരിച്ചു വരുമെന്ന്. എനിക്കില്ലടാ. പിന്നെ അത്രക്കും രസമുള്ള കളി വന്നിട്ടില്ല. മത്യാസ് ഡിലൈറ്റ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് അവനോട് പാവം തോന്നുന്നു. പാവം തോന്നുന്നു. അവൻ എന്ത് വർക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അല്ലെ, ലിസാൻഡ്രോ മാർട്ടിനസ് വന്നു കഴിഞ്ഞാൽ അല്ല ഇഞ്ചറി ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പ്രോബ്ലം സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബ്രൂണോനെ കളിപ്പിക്കുന്നോട് തെറ്റില്ലെങ്കിൽ യുണൈറ്റഡിന്റെ കളി വരില്ല. ബ്രൂണോനെ ഒരു ഡീപ്പർ റോളില് അവരിപ്പോ എന്താ പറയാ ഡീപ് ലൈൻ പ്ലേ മേക്കർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിരിക്കും. ബ്രൂണോന് കളിപ്പിക്കാനായിട്ട് പ്ലെയർ ഇല്ലാണ്ടുള്ളത് യുണൈറ്റഡില്. അതെ, അടുത്ത ജാനുവരിയിൽ എത്ര ടീം നിക്കണെന്ന് അറിയോ? 1 വിട്ടുതരാൻ പറഞ്ഞു. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് ബെഞ്ചമിൻ സെസ്കോ സോറി മാറിപ്പോയി റൂബൻ അമോറും ഈ ക്ലബിനെ സെറ്റാക്കും. വിശ്വാസമുണ്ട്. അടുത്ത് പുറത്തിടും. അല്ല, ആ 3 കളി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് അപ്പൊ മാറി.
ഇല്ല നമുക്ക് എനിക്ക് മറ്റേ പുള്ളിയില്ലേ മുടി വെട്ടാതെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണവൻ. ഒരു അല്ലേ അവന്റെ അവസ്ഥയാണ്. അതുപോലെ ഇപ്പൊ തമിഴിലാരോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഒരു 50 ദിവസമായി. ഭയങ്കര ഹെയ്റ്റ് തന്നെ ഫുൾ കോപ്പി കണ്ണൻ പറഞ്ഞിട്ട്. പക്ഷെ ആവശ്യമില്ല. ആ പക്ഷെ ഉണ്ട് 50 ദിവസം ആക്കുന്ന എനിക്ക് അല്ല, തോന്നുന്നു. ഞാൻ ഇപ്പൊ അടുത്ത് ബെറ്റ് വെക്കുന്നുണ്ട്. എന്തുവാ? ഇപ്പൊ അടുത്ത ആഴ്ച ഞാൻ ബസ്കറ്റ് അടിക്കും. ഇതിനു മുമ്പ് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ലാലിക ക്ലാസിക് ലാലിക ആരടിക്കണോ അപ്പുറത്തെ ആള് ബസ്കറ്റ് അടിക്കണോ. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ ബസ്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ റയൽ എന്താണ് എങ്ങനെ ക്ലാസിക് ജയിച്ചില്ലെങ്കിൽ അടുത്ത ക്ലാസിക് ജയിക്കണവരെ ഞാൻ മുടിയിൽ അടിയും വെട്ടാണ്ടിരിക്കാൻ പോണേ. ഓ അങ്ങനെ ഈ സീസണിൽ തന്നെ വരൂലേ? ഈ സീസണിൽ തന്നെ അവനറിയാം, അവൻ അറിഞ്ഞു വെച്ചാണ് അവനത്. എന്നാലും പോട്ടെ, വെച്ചതല്ലേ, നമുക്ക് നോക്കാം. അപ്പൊ നീ ഈ ഫസ്റ്റ് ക്ലാസ് തോക്കുന്നാണോ നീ പറഞ്ഞു വരുന്നേ? അല്ലല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ ബസ്കറ്റ് അടിക്കും. എനിക്ക് കളിയാണാൻ വരാൻ പറ്റൂല. ഇവിടെ ആൾക്കാർ ഡ്രിമ്മറോട്ട് വന്ന് മുടി അടിക്കും കേട്ടോ. സോ ഇപ്പോ പ്രീമിയർ ലീഗ് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അന്ന് പറഞ്ഞത് പക്ഷെ എനിക്കൊരു ഒരു ചെറിയ ചെൽസിയിൽ മാത്രം, ചെൽസിയിൽ എന്തോ സ്റ്റെബിലിറ്റി ഇല്ല, ബാലൻസ് ഇല്ല. സ്റ്റെബിലിറ്റിയുടെ മാത്രമല്ല, എനിക്ക് തോന്നിയൊരു കേസുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഈ യങ്സ്റ്റേഴ്സ് കൂടുതലാവുമ്പോൾ ഒരു പ്രശ്നമില്ലേ, നമ്മളൊരു അതാണോ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് റെഡ് കാർഡ്സ് ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി വാങ്ങുന്ന ഒരു സീൻസ്, അതൊക്കെ അങ്ങനെ ഒരു പ്രശ്നം തോന്നും. പക്ഷെ ചെൽസി തിരിച്ചു വരും, വരും തോന്നുന്നു. നല്ല സ്ട്രോങ് ആണ് അവര്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ യങ്സ്റ്റേഴ്സ് മാത്രം ആയതുകൊണ്ട് സീസൺ ത്രൂ ഔട്ട് പോകുന്നിടത്തോളം ഇപ്പോ കോമ്പറ്റീഷൻസും കൂടുതലാണ് ചെൽസിക്ക്. അതുകൊണ്ട് തന്നെ അത് എന്തോരം കോപ്പായി വരും എന്നുള്ളത് അവിടെ സംശയമാണ്. അതാ ഞാൻ പറഞ്ഞേടാ. പക്ഷെ എന്നാലും നല്ലൊരു കോച്ചാണ്, എനിക്കൊരു വിശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് സൈൻസ് കാണുമെന്ന് പറയില്ല. നമ്മളിപ്പോ പല മാച്ചിലാണെങ്കിലും അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലാണെങ്കിലും കറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ലിവർപൂളിനെയാണ് അടിച്ചത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും മറ്റേ ഇവര് പറയണ ചാമ്പ്യൻസിനെ അറിയൂടാന്ന് ചോദിച്ചവരോട് ചാമ്പ്യൻസിനെ ഇഞ്ചുറി ടൈം ചാമ്പ്യൻസ് ലീഗില് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല. ഞാൻ അപ്പോഴും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡിഫൻഡേഴ്സിൽ എല്ലാവർക്കും വരുന്ന ഒരു സാധനം. സീസൺസിലേക്ക് കയറി വരുമ്പോൾ അത് ഓരോ സീസൺ കഴിയും തോറും ഡിഫൻഡർമാരുടെ ഒരു ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വന്നിരിക്കും. പിന്നെ ഇതൊരു പ്രഡിക്ഷനാ, അവരിങ്ങോട്ട് വരൂ എന്നുള്ളൊരു പ്രഡിക്ഷനിൽ നമ്മൾ എടുക്കുന്ന കുറെ ഡിസിഷൻസ് ഉണ്ട്. ഇതൊക്കെ തെറ്റും. അതിപ്പം മറ്റേതിൽ പറയണ പോലെ ക്യാപ്റ്റൻ ആയാലും ശരി, വാൻഡേക്ക് ആയാലും ശരി, ആരായാലും ശരിയൊക്കെ പറ്റും. കുഴപ്പമില്ല. വാൻഡേക്ക് അലിസം പോയത് റെഡിയാവും. ആക്ച്വലി കലക്കും കീപ്പറാണ് ജോർജിയൻ കീപ്പർ. കഴിഞ്ഞ കൊല്ലം വലൻസിയയുടെ ഒക്കെ അടിപൊളി കീപ്പറായിരുന്നു. പക്ഷെ പ്രീമിയർ ലീഗും ആ ടീമായിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇതാവൂ. എനിക്ക് തോന്നിയത് ലിവർപൂളിന്റെ ഡിഫൻസ് ഇല്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് എല്ലാരും ഒന്ന് എന്തോ ഒരു എന്താ പറയാ, ഇപ്പം എങ്ങനെ അവർക്ക് അത് ചെയ്യണം എന്നുള്ളതിന്റെ റോബർട്ട്സൺ ആ ഒരു നമ്മൾ സിങ്ക് എന്ന് പറയും, ആ ഒരു സംഭവമില്ലേ, അതുകൊണ്ട് ഗോളി കുറച്ചും കൂടെ എന്താ പറയാ ടെസ്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമാണ്. എവിടെ നിന്ന് വരുമെന്നുള്ള നല്ലോണം കഷ്ടപ്പെടേണ്ട ആവശ്യം വരും. നോക്കാം. സോ ആര് കപ്പടിക്കും? എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുന്നത് ആർസണൽ ഓർ ചെൽസി. ചെൽസിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാ. ഞാൻ അവസാനം വരെ വിശ്വസിക്കുന്നു. സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. സിറ്റി ചിലപ്പോൾ തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോണ്ടിരുന്ന ടോപ്പ് 4 ഒരു സിറ്റി ഉണ്ടാവൂല എന്ന്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു സിറ്റി ഒരു വൈൽഡ് കാർഡ് എൻട്രി അടിച്ച് ഒരു ടോപ്പ് 2 ഫിനിഷ്, ലിവർപൂൾ ഒന്ന് ഡൗൺ ആവാനും സാധ്യത ഉണ്ട്. ആർസണൽ സിറ്റി ആ ഒരു ക്ലാഷ് വരാനാണ് സാധ്യത. ഞാൻ ആർസണലായിരുന്നു പറഞ്ഞ. എന്റെ ടോപ്പ് 4 ടോപ്പ് 3 ഇപ്പോഴും ഉണ്ട്. ടോട്ടൻഹാം ഉണ്ട്, പുറത്ത് സിറ്റി. എല്ലാരും പറയുന്നത് പക്ഷെ തോമസ് ഫ്രാങ്ക് ശരിക്കും ടോട്ടൻഹാമിനെ മാറ്റിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൻഹാമിന്റെ കളിയാണെങ്കിലും നടത്തിയ ഓരോ സൈനിങ്സും ഇതുവരെയുള്ള ടീമേ അല്ല, മറ്റേ പുതിയൊരു സംഭവം, ഒരു ന്യൂ വേറ. കാരണം സാവിസംസ് ആയിക്കോട്ടെ, കുദൂസ് ആയിക്കോട്ടെ, ഒന്നും പറയാനടാ, അടിപൊളി കളിയാ. പക്ഷെ ചെൽസി അടിക്കുള്ളൂ. അല്ല, ലണ്ടൻ ഡെർബി വരുമ്പോ ആ കളി ഞാൻ പറയാണ് ടോട്ടൻഹാം ജയിക്കുള്ളൂ. നോക്കാം, ലണ്ടൻ ഈസ് ഫൈറ്റ് എന്നോ. പക്ഷേ പ്രതീക്ഷിക്കാത്ത പോയ 2 ടീമുകളുണ്ട്, ക്രിസ്റ്റൽ പാലസ്, ബോർണ്മൗത്ത്. ഈ 2 ടീമുകളും ആരും പ്രതീക്ഷിക്കാത്ത കളികളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസ് അത്രക്കും സോളിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ബോർണ്മൗത്തിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഡീൻ ഹ്യൂസൺ പോയി, സബ്രാനി പോയി, കെർക്കസ് പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ബാക്ക് മൊത്തം പോയി കഴിഞ്ഞ സീസൺ ഉണ്ടായതിന്റെ. പുതിയ ടീം വെച്ച് ആ കോച്ച് അഡാപ്റ്റ് ആയി ഇന്നും പ്രീമിയർ ലീഗിൽ അതുപോലെ കളിക്കാനാണെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടീം. അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിന്റെ കോച്ചിന്. പിന്നെ വേറൊരു വിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കഴിഞ്ഞ സീസൺ അത്ര കളികളായിട്ട് കളിച്ചുകൊണ്ടിരുന്ന് അവര് UEFA കോൺഫറൻസ് ലീഗ് വരെ എത്തിച്ചതാണ് ന്യൂനോ എസ്പിരിറ്റോ സാന്റോസും ഈ ഓണറും തമ്മിലുള്ള പ്രശ്നം കാരണം
പുള്ളിക്കാരനെ സാക്ക് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൻഹാമിന്റെ പഴയ കോച്ചിനെ കൊണ്ടുവന്ന് ഇപ്പൊ അയാളെ സാക്ക് ചെയ്യുമെന്നും പറഞ്ഞ് ഫാൻസുകാർ ചാൻഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടാവും, ഇറ്റ്സ് പാർട്ട് ഓഫ് ഫുട്ബോൾ. സാന്റോസ് എന്നിട്ടാണ് ഇപ്പൊ വെസ്റ്റ് ഹാമിന്റെ കോച്ച് പോയി. നോക്കാം. നോക്കാം. അതാണ് ഞാനതാ പറഞ്ഞത്, നമ്മളിപ്പം സീസണിന്റെ ഒരു പ്രൊഡിക്ഷൻ നടത്തിയെങ്കിലും ആ പ്രൊഡിക്ഷൻ ഇപ്പൊ മാറ്റാനുള്ള ടൈമൊന്നും ആയില്ല. ഇല്ല, 7 മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കളി ഇനി ഒരുപാട് പോകാൻ കിടക്കല്ലേ. ഡെഫിനറ്റ്ലി. സീസൺ നമ്മുടെ ലീഗിലോട്ട് വന്നാലോ, വാ ലാ ലീഗ യുദ്ധം തുടങ്ങാൻ അങ്കംപെട്ടിലേക്ക് വന്നോളൂ. പിന്നെ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഞാനിപ്പോഴും പാസ്. അതെനിക്കറിയാം, നിങ്ങൾ എന്തായാലും അതുകൊണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ തോറ്റത് ഭയങ്കര സംഭവമായിട്ട് 4 കാര്യം ശരിയാണ്. സിബിയയുടെ ഹോം ഗ്രൗണ്ടിൽ 2015 ശേഷമുള്ള ഏറ്റവും വലിയ തോൽവിയാണ്. പക്ഷേ ഇതിപ്പോ ഒരു സീസൺ സ്റ്റാർട്ടറായിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ. ഒരു തോൽവി തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന റയലിന്റെ ആണെങ്കിലും ഒരു തോൽവി തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വിജയം കൂടുതൽ അപ്പുറത്തും ഒരു ഡ്രോ ഇപ്പുറത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വിൽ ഹാൻസി ഫ്ലിക്ക് ലേൺ ഫ്രോം ഹിസ് മിസ്റ്റേക്സ്? ഇല്ല, പ്ലേയേഴ്സ് തിരിച്ചു വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹൈലൈൻ വെച്ച് കളിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പണിയിട്ടുള്ളൂ. അതാ ഞാൻ നേരത്തെ മറ്റേ ഇതിലും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് ഇല്ലേ, അതിനനുസരിച്ച് നമ്മൾ കുറച്ചെങ്കിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതല്ല, ചിലപ്പോൾ ഇത് കൂടുതൽ. ഞാനത് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇനിഗോ മാർട്ടിൻസ് പോയത് കുറവായിട്ട് കാണുന്നില്ലേ? ഇനിഗോ മാർട്ടിൻസ് പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട്. കാരണം പുള്ളി അതിന് കറക്റ്റ് ആയിരുന്നു. ഓഫ് സൈഡ് ട്രാപ്പ് കറക്റ്റ് ആയിട്ട് ഇത് കളിക്കും. അതായിരുന്നുള്ളൊരു ക്ഷീണമാണ് ഇതല്ല. പിന്നെ പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അത് നേരത്തെ നിന്നോട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മാച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടീം ഉണ്ടാവുമല്ലോ, അപ്പോഴേക്കും കുറച്ചും കൂടെ അവരൊരു സിങ്ക് ഉണ്ടാവും, ഒരു സംഭവം വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ ഡിഫൻസിനെ അത്രയും അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ള സാധനമാണ്. ഇനിയിപ്പോ ബാൾഡെ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, ഇഞ്ചറിന്ന് ബാൾഡെ വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് ബാഴ്സ എല്ലാ ഗോളും കൺസിഡർ ചെയ്തെടുത്ത് നോക്കുകയാണെങ്കിൽ 10 കയറാണെങ്കിൽ 8 കയറുന്നത് ലെഫ്റ്റില് റൈറ്റിന്ന് അറ്റാക്ക് വന്നിട്ട് സെന്ററിലോട്ട് ക്രോസ് വയ്ക്കും. ഇതാണ് എല്ലാ തവണയും സെയിം മിസ്റ്റേക്സ് ആണ് വരുത്തുന്നത്. ഇപ്പൊ ഈ പറഞ്ഞോട്ട് ഇത് മാറ്റാണ്ട് വേറെ ചേഞ്ച് വരുന്നതാണ്. കാരണം ഓക്കെ, ഇത്രയും കളി ഇത് തന്നെ കളിച്ചു, അടുത്ത ടീമിനെ അറിയാം ഈ സെയിം പ്ലേനെ കളിച്ചാൽ മതി, സെയിം മിസ്റ്റേക്സ് തന്നെ അവർ വരുത്തുന്നുണ്ട്, അത് കളിച്ചാൽ ഗോൾ കയറും. അതിനൊരു ഡിഫൻസ് അല്ലെങ്കിൽ വേറൊന്നും വരുത്താണ്ട് മാറാൻ പോണില്ല. ഞാൻ കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കേസ് അതായിരുന്നു. കാരണം കഴിഞ്ഞ സീസൺ ആൾക്കാർക്ക് അറിയൂലായിരുന്നു എങ്ങനെ ഹാൻസി ഫ്ലിക്കിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഈ സീസൺ പാശി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക് പൊട്ടും എന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് മിക്കവർക്കും. പക്ഷെ എല്ലാവർക്കും പൊട്ടിക്കാൻ പറ്റും എന്നുള്ളതല്ല. പിന്നെ ലാലിഗയുടെ ഒരു റൂൾ പ്രകാരം ഈ പറഞ്ഞ പോലെ ഓഫ് സൈഡിന്റെ ഇത് ഈ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട് ബാക്കിയുള്ളത് വെച്ച്. സോ ഇപ്പോൾ ഒരു എൽ ക്ലാസിക്കോ വന്നു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൂടി, പുള്ളിക്കാരൻ്റെ ഒരു പേസും ഇതും വെച്ച്. കഴിഞ്ഞ സീസൺ ഈ പറയുന്ന പോലെ എംബാപ്പെ ഉണ്ടായിരുന്നല്ലോ ഓഫ് സൈഡ്സ്. ഈ ഹൈലൈൻ്റെ ഏറ്റവും വലിയൊരു സീൻ എന്താണെന്നറിയോ, ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലത്തെ ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്പെഷ്യലി ഓഫ്ലൈനിന്റെ സംഭവത്തിനകത്ത് പെട്ടെന്ന് നമ്മളെ ബ്രേക്ക് ചെയ്യാനും പറ്റും, എന്നാൽ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇവരെ ഓഫ് സൈഡിലേക്ക് ആക്കാനും പറ്റും. ഇതൊരു നേക്ക് പോലെ മറ്റേ ഇതിനകത്തൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ആ ട്രാക്കിലേക്ക് കയറണമെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കും. അതിന്റെ ഒരു ബ്രേക്ക് ആണെന്നാണ് പേഴ്സണലി ഞാനത് വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് മാറ്റണം, പ്ലാൻ മാറ്റി എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി അതിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന്റെ ഒരു റീസൺ മേ ബി ഇതായിരിക്കാം തോന്നുന്നു. പ്ലാൻ മാറ്റുന്നതിന്റെ കൂടെ തന്നെ ഡിഫൻസിന്റെ മിസ്റ്റേക്സും മാറ്റും. ഇപ്പൊ കഴിഞ്ഞ അറൂജോയുടെ മിസ്റ്റേക്ക് ഉണ്ടായി, മിസ്റ്റേക്സ് തന്നെ ഉണ്ട്. പിന്നെ PSG ലാസ്റ്റ് ഗോൾ അത് എടുത്തു നോക്കിയാൽ ഗോൺസാലോ റാമോസ് ഫുൾ ഓഫർ നിന്ന് പുള്ളിനെ ആരും മാർക്ക് ചെയ്തില്ല, ഓഫ് ആയിരുന്നു. പക്ഷെ പുള്ളി സെന്ററിൽ നിന്ന് പയ്യെ ഓഫിൽ നീങ്ങി ലെഫ്റ്റിലോട്ട് പോയിട്ടാണ് ബോൾ റിസീവ് ചെയ്തത്. അതാരും ശ്രദ്ധിക്കാത്തതാണ് ആ ഗോൾ കയറിയത്. അതിന് കുറച്ച് കണ്ടന്റ് വന്നു, അപ്പൊ മനസ്സിലായി ശരിയാണ് സംഭവം, നോക്കാത്തോണ്ടാണ് മിസ്റ്റേക്സ് വരുന്നത്. അല്ല, ആ സീസണിൽ ഇതുപോലെ തന്നെ അടിച്ചിട്ടില്ല. പക്ഷെ കളി ജയിച്ച് സോ ഇപ്പോ ഇപ്പൊ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, കൺസീഡ് ചെയ്യുന്നതല്ല, സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ പരിക്കുകളാണ്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ലാസ്റ്റ് മാച്ചില് ആ പെനാൽറ്റി ലെവൻഡോസ്കി ഒരിക്കലും മിസ്സാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ടെൻഷൻ അടിച്ചു പോയിട്ട് ഇതുവരെ പെനാൽറ്റി എടുക്കുന്നത് തിരിച്ചു പിടിക്കാവുന്ന വേറെ റിസൾട്ടിലേക്ക്. പിന്നെ എനിക്ക് ബാഴ്സയുടെ മെയിൻ മിസ്റ്റേക്ക് തോന്നിയത് ഇപ്പൊ ഫസ്റ്റത്തെ റാഷ്ഫോർഡിനെ എടുക്കുകയാണെങ്കിൽ ബാഴ്സയുടെ കളി അഡോപ്റ്റ് ചെയ്ത പ്ലെയർ കാരണം ഫസ്റ്റ് ഇയർക്കും ഒരു 50 മാറ്റം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ നോക്കിയിട്ട്
ഫോർവേഡിൽ ഇപ്പൊ നല്ല പ്ലേ കളിക്കുന്ന റാഷ്ഫോർഡ് ആണ്. അത്യാവശ്യം ട്രിബിൾസ് വേണ്ടി കുറെ ഓൺ ടാർഗറ്റ് വേണ്ടി. പക്ഷെ ഇപ്പോഴും 60-65 ചെയ്യുമ്പോൾ സബ് ഇറക്കി നടത്തുന്നത് മിസ്റ്റേക്സ് ആയിരുന്നു നടത്തുന്നത്. PSG എതിരെ നല്ല സൂപ്പർ കളിയായിരുന്നു കളിച്ചത്. പക്ഷെ സബ് ഇറക്കി സെവിയായിട്ട് സബ് ഇറക്കി. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചും കൂടി ടൈം കൊടുത്ത പ്ലെയർ വരും. പിന്നെ ഇപ്പൊ ഇഞ്ചറി ഉള്ളിടത്ത് ഒരു പ്ലെയറെ പിന്നെ റിസ്ക് എടുക്കാത്തതായിരിക്കും. ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലെയർ ഇല്ല, ഓൾറെഡി റഫീനില്ല, യമാലില്ല. അല്ലടാ റാഷ്ഫോർഡിന് അല്ല, ഇവൻ പറഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു സീസൺ ഡിസൈഡർ മാച്ചുകളൊന്നും അല്ല. അപ്പൊ എസ്പെഷ്യലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ സേഫ് ആക്കാൻ ഇപ്പൊ കാര്യം കയ്യിൽ നമുക്ക് വേറെ സോഴ്സസ് ഇല്ല. അപ്പൊ ഇവരെ മാക്സിമം കൊണ്ടുപോകാന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അതുകൊണ്ട് വലിച്ചിങ്ങനെ സേഫ് ആക്കി കൊണ്ടു നടക്കണമെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെയാ നമ്മളിപ്പോ ബാഴ്സലോണ പറഞ്ഞ ഈ സ്ഥിതിക്ക് എനിക്ക് എന്റെ ടീമിനെ കുറിച്ച് എന്തെങ്കിലും പറയണമല്ല. തീർച്ചയായും എനിക്കിപ്പോ സാധാരണ റയൽ മാഡ്രിഡ് കണ്ടുവന്ന ഒരു അറ്റാക്കിംഗ് ശൈലിയിലുള്ള കളി ഈ സീസൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ 5 ഗോൾ അടിച്ച്. പക്ഷെ അത് അത്രയ്ക്ക് ഒരു ചെറിയ ടീമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ലാലിഗയിൽ ഏത് മാച്ച് എടുത്താലും ഒരു ഗോള് അല്ലെങ്കിൽ 2 ഗോള് ആ ഒരു വ്യത്യാസം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് കേസ് ഉണ്ട്. ഗോളർ ഒരു പാസ് ഇടുന്നു, എംബാപ്പെ അടിക്കുന്നു. ഈ സീസൺ കണ്ടു നിങ്ങളുടെ സംഭവം. അല്ലെങ്കിൽ വിനിഷ്യസ് ഒരു പാസ് ഇടുന്നു, എംബാപ്പെ അടിക്കുന്നു. അല്ലാണ്ട് ഒരു ടീം പ്ലേ എന്ന് പറയാൻ ഒരു പാസ് അങ്ങനത്തെ സംഭവം, അല്ലെങ്കിൽ സ്പീഡിൽ ഒരു കൗണ്ടർ അറ്റാക്ക് പോയിട്ട് അതൊന്നുമില്ല. വെരി സിമ്പിൾ ആയിട്ടാണ് കളിച്ചേക്കണം. ഈ കളി വെച്ച് സീസൺ ത്രൂ ഔട്ട് റയൽ എന്തോരം പോകുന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അതിനകത്ത് ഞാനൊരു ചെറിയ തിരുത്തൽ വരുത്തോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ഒരു ടീം പ്ലേ നടത്താനായിട്ടില്ലേ മസ്താൻദ്വാനോ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ടച്ച് എടുത്തിട്ട് റിസീവ് ചെയ്തിട്ടാണെങ്കിലും ആ ഫ്രണ്ടിൽ ഒരു കളി നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ ഫുള്ള് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ആ പ്ലേയേഴ്സിന്റെ റണ്ണിന്റെ ആ ഒരു ഇത് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു. മസ്താൻദ്വാനോ പുള്ളിക്കാരന്റെ പിങ്ങിന്ന് കുറെ ഫിനിഷ് ഷോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കൺവേർട്ട് ആവുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ അടക്കുന്നുണ്ട്. പക്ഷെ അത് വർക്ക്ഔട്ട് ആവും തോന്നുന്നുണ്ടാ. ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ. എനിക്കിപ്പോ ഏറ്റവും ഇതായെന്ന് പറഞ്ഞാൽ ഗൂളറും ബാപ്പയും തമ്മിലുള്ള ഒരു ലിങ്കപ്പിള് അവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ അപ്പോഴും ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹ്യൂസൺ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എന്റെ ഒരു ഇതില്. പക്ഷെ ഹ്യൂസന്റെ കൂടെ നിൽക്കുന്നത് മിലിറ്റാവ് ആണെങ്കിൽ കുഴപ്പമില്ല. അസെൻസിയോ എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ബാക്ക് വട്ടം പൊട്ടിയിട്ടുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട്. അസെൻസിയോ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ തികച്ചും സീസണോ പറയുമ്പോ കഴിഞ്ഞ സീസൺ ഇതിലും ബെറ്റർ ആയിരുന്നു. ഈ സീസൺ നമ്മൾ കാണാത്തോണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു ഇതില് നോക്കാത്തോണ്ടാ. പുള്ളിയുടെ ഇന്ന് ചില സമയത്ത് ഞാനത് ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചില സമയത്ത് പുള്ളി ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഡിഫൻഡറാണ്. അങ്ങനെ ഒരു ആക്ഷൻ ഒരിക്കലും അവിടെ എടുക്കേണ്ടാത്തത് പുള്ളി എടുത്തു കളയും. ചിലപ്പം എക്സ്പീരിയൻസിന്റെ ഒക്കെ ആയിരിക്കാം. പിന്നെ എനിക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിനെ എപ്പോഴും റിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ഉണ്ട്. ത്രൂ ഔട്ട് ആയിട്ട് ആ ഒരു പ്ലെയർ എന്തെങ്കിലും ചെയ്യും. ആ ഒരു പ്ലെയർ റയൽ മാഡ്രിഡിൽ നിന്നുള്ള ഒരു ശരിക്കും ചോരയും നീരും വേർപ്പാകുന്ന ഒരു പ്ലെയറിന് ഈ സീസൺ ഞാൻ അധികം കാണുന്നില്ല. വാൽവെർദെ ഈ സീസൺ ഫോം ഔട്ട് ആണ്. റയൽ മാഡ്രിഡിന്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ വാൽവെർദെ. പക്ഷേ സാബിയുടെ കീഴിൽ ഫോർമേഷന്റെ കീഴിലാണ് വർക്ക്ഔട്ട് ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ മൂവ്മെന്റ്സാ, വലിയ റൺഅപ്സാ, പാസിംഗ് ആയിക്കോട്ടെ കളിയിൽ കാണുന്നില്ല വാൽവെർഡേനെ ഈ സീസൺ. എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് വെച്ച് നേരെ വേറൊരു രീതിയിലാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര എന്ന് വെച്ചാൽ ഒരു നമ്മളിത് പറയില്ലടാ ഫ്രസ്ട്രേറ്റഡ് ആന്ന് പറയില്ല. കളിച്ച് ഇപ്പൊ പെഡ്രിയിലും ഞാൻ ലാസ്റ്റ് മാച്ചുകളെല്ലാം കണ്ടൊരു സീനാണ്. പക്ഷെ പുള്ളിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും അത് നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും. കളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റും. ഇവർക്ക് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഇതായിട്ട് പറയണല്ല. പുള്ളി ഒരു ഇച്ചിരി വർക്ക് ലോഡിൻ്റെതായിട്ട് ഇപ്പം അവർക്കതില്ലെങ്കിലും അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ വരും. അത് നമ്മൾ കളിക്കുമ്പോൾ സാധനങ്ങളിലെല്ലാം വരും. ഇപ്പൊ സ്ഥിരം ഈ പറയുന്ന പോലെ മറ്റേ നമ്മൾ ഇട്ട് പണി എടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ സാളേനെ അടിക്കണ പോലെ അടിച്ചോണ്ടിരുന്നിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയാണ് ഒരു സംഭവം. പിന്നെ ഔട്ട് ഓഫ് പൊസിഷനിൽ ഇപ്പൊ കളിപ്പിക്കുന്നത്. അതെ അതെ, ആ ഒരു പ്രശ്നമുണ്ട്. അല്ല അതിപ്പോ എപ്പോഴുള്ള സംഭവം. ആർക്കെങ്കിലും ഇഞ്ചുറി ആക്കി തന്നെ വാലോടെ പിടിച്ച് അവിടെ ഉണ്ടല്ലേ പറ്റിയാൽ ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തും. അതിപ്പോ കമോങ്കും അത് ഞാൻ പറഞ്ഞ ഏതൊരു ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പറിന്റെ ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തിക്കോളും. അല്ല അപ്പൊ ഞാൻ കണ്ടിട്ട് വേറെ ട്രോൾ എന്ന് പറഞ്ഞാൽ കമോങ്കയും വാലോടെയും കൂടി നിൽക്കണേണ്. ആർബി ഇല്ല, എൽ ബി ഇല്ല, നമുക്ക് പണിയായി. ശരി. അല്ല ഇപ്പൊ റയലിന്റെ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കും ഇപ്പോഴും ഒരു സോളിഡ് പാർട്ണർഷിപ്പ് വന്നിട്ടില്ല. അത് സാബി എത്രയും പെട്ടെന്ന് ക്ലിയർ ഔട്ട് ആക്കണം. പിന്നെ ആർബിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു അതിനൊരു ഡിഫൻഡർ വരണോടാ. കാരണം ഡേവിഡ് ആൽബ വന്നിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഡേവിഡ് ആൽബയുടെ ടൈം കഴിഞ്ഞു പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള റയലൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഗോള് വരുന്നുണ്ട്. എംബാപ്പെ ഗോൾ അടിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ശരിയാ. പക്ഷേ എസ്പെഷ്യലി ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിലാണെങ്കിലും ഇപ്പം നേരെ അപ്പുറത്ത് ഞാൻ അന്ന് പറഞ്ഞതാ, അതായത് ഒരു അറ്റാക്കറും ഒരു ടീം പ്ലെയറും തമ്മിലുള്ള വ്യത്യാസം ഈ മാച്ചിൽ അറിയാൻ പറ്റും എന്നുള്ളത്.
ഹൂലിയൻ ആൽവാറസ് നീ ബാക്കി നോക്കിയാൽ അവിടെ ഗോൾ കീപ്പറിന്റെ അവിടെയും ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കണ കാണാൻ പറ്റും. ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ എംബാപ്പെ സ്കോർ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞത്, നീ എന്തിനാണ് നോക്കണം. പ്ലേയേഴ്സിന്റെ എപ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെയും കാണാം ഇവിടെയും കാണാം. അവര് ഒരു ടീം പ്ലേ കളിക്കും. റയലിൽ എടുത്തു കഴിഞ്ഞാൽ അവർ സൂപ്പർ സ്റ്റാർസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നാ അവിടെ നിൽക്കുള്ളൂ, വേറൊരു സ്ഥലത്ത് നിൽക്കൂല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അല്ല പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു സാധനം ഇപ്പോഴും കാണുന്നുണ്ട്. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവിടെ ഇപ്പോ ബാഴ്സലോണയുടെ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞ്, റയലിന്റെ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഷെൽ ക്ലാസ്സുകാർ അടിക്കും, കണ്ണും പൂട്ടി അടിക്കും. നീ പറ. കഴിഞ്ഞ സീസൺ പറഞ്ഞെങ്കിൽ പറയാറുന്നത് കഴിഞ്ഞ ഇപ്പോൾ ഓർമ്മയുണ്ട്, ദുബായിൽ വെച്ച് ഞങ്ങളുണ്ട് 2-0 ബാഴ്സ എൽ ക്ലാസിക് തോറ്റിക്ക. എന്റെ കൂടെ കൂട്ടുകാരുണ്ടായി. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, കളി ജയിച്ചിരിക്കും. 90 മിനിറ്റ് കഴിഞ്ഞു 5 ജയിച്ചു. പക്ഷെ ഇപ്പത്തെ അവസ്ഥ ഇങ്ങനെയല്ല. പരിക്കുണ്ട്. ജാവൻ ഗാർസിയ കഴിഞ്ഞ പോഡ്കാസ്റ്റില് ആരപ്പം പറയുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു. മറ്റേ വാൻഡേക്കിന്റെ മിസ്റ്റേക്ക്, എസ്റ്റാവിയോ, പിന്നെ ഡൊണാറുമ, ജാവോ ഗാർസിയ. ഞാൻ ഇപ്പൊ അത്ര ജാവോ ഗാർസിയയിലെ കാര്യം കൊടുത്തില്ല. സീസൺ ഒന്ന് കളി കഴിഞ്ഞപ്പോ മനസ്സിലായി ടെർ സ്റ്റെഗനല്ല, സെസ്നി അല്ല, ജാവോ ഗാർസിയ സൂപ്പർ ഗുഡ്. അതിന്റെ മെയിൻ കാര്യം പറയാൻ കാരണം സെസ്നി വന്നതിന് ശേഷം 2 കളി കളിച്ചോളൂ. ഈ 2 കളിയിലും ബാക്ക് പാസ് കൊടുക്കുമ്പോ പ്രഷർ ഉണ്ട് സെസ്നിക്ക്. അടിച്ച് ലോങ് കൊടുത്ത് കളയാണ്. വായ്സറെ കളി അതല്ല. എത്ര പ്രഷർ വന്നാലും ബാക്കിൽ കളി ഇട്ട് ബിൽഡ് ചെയ്യാൻ കളി. പിന്നെ വേറെ കേസും കൂടെ ഉണ്ട് കേട്ടോ, ജുവാൻ ഗാർസിയയുടെ ലോങ് പാസുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്കയായിരിക്കും. ആ പ്രഷർ വരുമ്പോ സെസ്നിയുടെ പന്ത് പോവുണ്ട്. ഡിഫെൻഡിങ് മോശമെന്നല്ല പറയുന്നത്, പക്ഷെ കയ്യിൽ നിന്ന് പന്ത് പോകുന്നുണ്ട്. ആ കളി സൂപ്പറായിട്ട് ഗാർസിയ കളിക്കുന്നുണ്ട്. പിന്നെ 1-1 വന്നാലും നമുക്കൊരു 50-50 പ്രതീക്ഷയുണ്ട്. കാരണം അത്ര അടിപൊളി നിൽക്കുന്നുണ്ട്. 50-50 അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുവാൻ ഗാർസിയ ധൈര്യമാണ്. 100% ഗോൾ ഒരിക്കലും പറയാൻ പറ്റില്ല, അത്ര ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ലീഗില് ബാഴ്സലോണ ഇതുവരെ ഒരു സ്ട്രോങ് ടീമായിട്ട് ജാവൻ ഗാർസിയ ഉള്ളപ്പോ കളിച്ചിട്ടില്ല. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 8 മാച്ചല്ലേ ആയിട്ടുള്ളൂ. ആകെ വന്ന 2 മാച്ചാണ്. പഴയ ടീമായിട്ട് കളി ഉണ്ടായില്ലേ? അല്ല വന്നില്ലല്ലോ. വലുതായിട്ട് കൂട്ടാൻ പറ്റുമോ? പക്ഷെ കഴിഞ്ഞ സീസണിൽ എന്താണെന്നറിയോ, എസ്പാനോളിന് റയൽ മാഡ്രിഡും അതെന്നാ പറഞ്ഞ ബിഗ് ടീം വന്നില്ലല്ലോ. ഓൾറെഡി ക്ലബ്ബാ അങ്ങനെ ഒരു മിഡ് ക്ലബും. അപ്പൊ ഒരു പ്രോപ്പർ അറ്റാക്കുള്ള ടീമായിട്ട് കളിച്ച് വന്നാല് ഈ പറഞ്ഞാല് ഇവരും എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ജാവൻ ഗാർസിയ പറഞ്ഞാല എന്താ പറയാ, പരീക്ഷിക്കപ്പെടാൻ മാത്രം നല്ല സ്ട്രൈക്കർക്കെതിരെ കളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തോന്നിയാ? ഇല്ലടാ. കാര്യം അത് ഞാൻ എന്താ കാര്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ലാലിഗയിലേക്ക് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിഗയിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഗോൾ കീപ്പർ അല്ല. ഓൾറെഡി ഈ പ്ലേയേഴ്സുമായിട്ടൊക്കെ കഴിഞ്ഞ സീസണിൽ കളിച്ച് ആ സീസണിലെ ടോപ്പ് ഗോൾ കീപ്പർ ആയിട്ട് വന്നുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇനിയിപ്പോ കളിക്കാന്നുള്ളതാണ് ബാക്കി കാര്യം. ഇനി ബാസയുടെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് മാറി കളിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു സാധനം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടൈറ്റ് മാച്ചുകൾ വന്നതിന്റെ മാത്രമല്ല, എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചിരുന്നു പുള്ളി. ഒരു കയറി പോയിട്ട് ചെയ്തത് അതും. പക്ഷെ സത്യത്തിൽ അത് പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല. അവൻ നിന്ന പൊസിഷനിലേക്ക് പുള്ളി പാസ് കൊടുത്തു. അവൻ മാറിപ്പോയതുകൊണ്ട് മാത്രം പറ്റിപ്പോയതാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാനതാ, നീ ഇപ്പൊ നേരത്തെ എൽ ക്ലാസിക്കോടെ കേസ് പറഞ്ഞപ്പോൾ ജുവാൻ ഗാർസിയ ആയിരുന്നെങ്കിൽ ഞാൻ കൺഫേം ആയിട്ടും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗോള് വഴങ്ങുന്ന സീൻ ഉണ്ടല്ലോ, അത് ഇതൊന്നും ആയിരുന്നിരിക്കില്ല. നല്ല വ്യത്യാസം ഉണ്ടാവും. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അവിടെ എത്തിയില്ല. അതല്ലേ പ്രശ്നം. അവിടെ എത്തിയിട്ടില്ല. പറഞ്ഞ ജുവാൻ ഗാർസിയ ഇല്ലാത്തത് ജയിക്കുമെന്നുള്ള ഉറപ്പ് തരില്ല എന്ന് പറഞ്ഞത്. കട്ടക്ക് മാച്ച് കട്ടക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിർത്തി ഇല്ല. ഞാൻ പക്ഷെ എനിക്ക് ഈ എൽ ക്ലാസിക്കോയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പരിക്കും സീൻസും കാര്യങ്ങളും ഒക്കെ ഒരു വലിയ സംഭവം ആണെങ്കിലും എനിക്ക് ബാഴ്സ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഈ ലാലിഗയിൽ ഈ സിവിയയുടെ ഒരു മാച്ച് വെച്ചിട്ടാണ് ഇപ്പൊ ബാഴ്സ PSG യുടെ കേസ് ഞാൻ വിടുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ്, ഞാൻ ലാലിഗയുടെ കേസ് മാത്രം പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ബാഴ്സയെ എല്ലാവരും ഇപ്പൊ പോയി ഇപ്പൊ എൽ ക്ലാസിക്കോയിൽ അങ്ങ് പോവും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്റെ ഒരു വിശ്വാസം ഈ പറയുന്ന പോലെ തന്നെ എപ്പോഴും ലാലിഗയിൽ ഒരു ഡിസൈഡറാണ് ആരായിരിക്കും രാജാവ് എന്നുള്ള അതിന്റെ ഒരു സാധനമാണ്. അല്ലെങ്കിൽ ആര് ടോപ്പിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും, ആരാണ് ബെറ്റർ എന്ന് കാണിക്കാനുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു വീര്യമായിരിക്കും എല്ലാ പ്ലേയേഴ്സിനും. അത് പക്ഷെ റയലിന് ഇത്തവണ കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണ അത്രക്ക് നാണം കിട്ടു തോറ്റുകൊണ്ട് ഏറെക്കുറെ. കാരണം മൊത്തം തോറ്റല്ലേ. കാരണം റോഡ്രിഗോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റും ഈ പറഞ്ഞ പോലെ കമന്റ്
അത് നിങ്ങളുടെ പോസ്റ്റ് ഇടാനും ഈ പറഞ്ഞതുപോലെ അതല്ല മറ്റേ റയലിന്റെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നടാ വി വോണ്ട് ടു റിവെഞ്ച് എന്നോ അങ്ങനെ റോഡ്രിഗോ പറഞ്ഞിട്ടുണ്ട് അല്ലെ റോഡ്രിഗോ അല്ല അതിൽ ജൂഡ് ബില്ലിംഗ് ആയിരിക്കും പറഞ്ഞത്. എനിക്ക് കൃത്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല ഇപ്പൊ അവര് ഈ പറഞ്ഞ പോലെ അത്രക്ക് ഇതിലാണ് നിക്കണ ഇത്തവണ എന്തായാലും എൽ ക്ലാസിക്ക് തോപ്പിക്കണുള്ളൂ. പക്ഷെ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്കോറിന് വലിയ ഇതിനെ റയൽ ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം റയലിന്റെ ബാക്ക് സിമ്പിളായിട്ട് പൊട്ടും. സിമ്പിളായിട്ട് പൊട്ടും. ബാഴ്സലോണക്ക് സിമ്പിളായിട്ട് പൊട്ടിക്കാനും പറ്റും. പിന്നെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ യമാൽ റഫീന ഇല്ല. അതേ ഉള്ളൂ ഉള്ളതിനുള്ളതുപോലെ പറയാം. യമാല് ചിലപ്പോ യമാലിന് 3 ആഴ്ച പരിക്കുള്ളൂ. യമാലുണ്ടെങ്കിൽ ആ കളി ഭയങ്കര സീനായിരിക്കും. കാരണം ഈ പറഞ്ഞ കരേരസ് ആയിക്കോട്ടെ ഗാർസിയ ആയിക്കോട്ടെ ഇവർക്ക് രണ്ടുപേർക്കും യമാലിനെ പൂട്ടാൻ പറ്റൂല. യമാല് സിമ്പിളായിട്ട് ആ വിങ് പൊട്ടിച്ചുകൊണ്ടുപോകും സിമ്പിളായിട്ട്. പക്ഷെ ഇതൊരു ഡിനൂസേനുമായിട്ടുള്ള മാച്ചുകൾ വന്നിട്ടില്ലല്ലോ യമാലിന്റെ. അതൊരു ഫസ്റ്റ് ഒരു ഫൈറ്റ് ആയിരിക്കും. പക്ഷെ സെന്റർ ബാക്ക് ആണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്നാലും അത് കാണാനൊരു രസമായിരിക്കും തോന്നുന്നുണ്ട്. കാരണം കൂട്ടുകാരും കൂടെ ആണല്ലോ. യെസ്. പക്ഷെ എന്നാ പോലും അതും ചങ്കുകളും കൂടെയാണ്. മറ്റേ സ്പെയിനിൽ അവരുടെ ഒരു സംഭവം ഉണ്ട്, അവരുടെ പാസുകളുടെ കോമ്പിനേഷൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ന്യൂസും സത്യം പറഞ്ഞ ബാഴ്സലോണാണെങ്കിൽ വൺ സെറ്റ് ആയി പോയാല് കറക്റ്റ് ആണ്. പക്ഷെ പുള്ളിക്കും എനിക്ക് തോന്നിയൊരു കേസാണ് കേട്ടോ, എക്സ്പീരിയൻസിന്റെ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സാബറി ഈ സീസൺ ട്രയൽ സെറ്റ് ആയിരുന്നു. അടുത്ത സീസൺ ആയിരിക്കും ഒന്നുകൂടി എക്സ്പെക്ട് ചെയ്യണത്. ഈ സീസൺ ഞാൻ വലിയ എക്സ്പെക്ടേഷൻ വെക്കണില്ല എന്റെ ക്ലബില്. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണും കൂട്ടി റയലിട്ടിക്കുന്നു. യുണൈറ്റഡിൽ പറയണല്ലോ. അല്ല നമുക്ക് എന്തായാലും എൽ ക്ലാസിക്കോ ഓരോ ക്ലബുകൾ അറിയാലോ എന്താവും. നമുക്ക് എൽ ക്ലാസിക്കോ തലേന്ന് പോകാനുള്ള ഒരു കണ്ടന്റ് എടുക്കാം. സ്കോർ ലൈൻ ഇത് ഞാൻ പറഞ്ഞു, വാൽവേഡെ പറഞ്ഞു കണ്ടോ. ഇപ്പൊ ക്യാപ്റ്റൻ സെക്കൻഡ് ക്യാപ്റ്റൻ ഇഞ്ചുറി ആയിട്ടുള്ളൂ. അപ്പോ എന്റെ പ്രശ്നം ഇതാണ്. ഈ പറഞ്ഞ RB ആരൊക്കെ കിട്ടും എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, ആഷിഖ് പറഞ്ഞ പോലെ നമുക്കൊരു എൽ ക്ലാസിക്കോ പ്രൊഡക്ഷൻ നടത്താം. നീ എന്നോ സ്റ്റോർ ആര് ജയിക്കും സ്കോർ? 4-2 റയൽ മാഡ്രിഡ്. എംബാപ്പെ ഹാട്രിക്. ഓ നിയാസോറ 2-0 റയൽ മാഡ്രിഡ്. പറഞ്ഞു ഞാൻ 5-2 അല്ല 5-3 5 ബാസ അടിയും. ഞാൻ വിചാരിക്കുന്നത് റാഷ്ഫോർഡും ലെവൻഡോസ്കി ഒക്കെ എന്തായാലും ഫസ്റ്റ് 11 തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു സാധനം ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു. 2-1 ബാഴ്സ. ഞാൻ ഇപ്പുറത്ത് 3 വെക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേരെ തിരിഞ്ഞുമായിരിക്കും കേട്ടോ. ചിലപ്പോ 3 ഇപ്പുറത്തും 5 അപ്പുറത്തും ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. സ്കോർ എന്താ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ബാഴ്സ 2 കൂടുതൽ കൺസീഡ് ചെയ്യും. അത് എനിക്ക് ഉറപ്പാണ്. റയലും കൺസീഡ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് ബാഴ്സയിലുള്ള ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു റൂണി ബാർജി എന്ന് പറയുന്ന പ്ലെയറിന്റെ. പക്ഷെ അവന് നല്ല ഓപ്പർച്യൂണിറ്റീസ്, ടൈം കുറവാണ്, പക്ഷെ എന്നാലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നല്ലേ. സ്വീഡൻ അവൻ കൺവേർട്ട് ചെയ്യുന്നതുണ്ടല്ലോ ചില ടൈമിൽ എടുക്കുന്ന ഇതൊക്കെ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും. എന്നാലും ഭയങ്കര ഷോക്കായിട്ടുള്ള ഷോട്ടുകൾ എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കളി ഇറങ്ങിയിരുന്നു. പക്ഷെ എന്നാലും പ്രതീക്ഷ തരുന്നുണ്ട്, ഇല്ലാന്നല്ല. റണ്ണുകൾ കാര്യങ്ങളൊക്കെ നല്ലതാണ്. മാച്ച് ഡിസൈഡർ ആയിട്ടായിരിക്കും എൽ ക്ലാസിക്കോടെ. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ലാസ്റ്റ്. നീ സ്കോർ പോയിട്ടില്ലല്ലോ. എന്റെ ഇതിൽ മാച്ച് ഡിസൈഡർ എംബാപ്പെ ആയിരിക്കും അൺഡൗട്ടഡ്ലി. എന്റെ യമാൽ അല്ലെങ്കിൽ പെഡ്രി. പറഞ്ഞു വിനീഷ്യസ്. എനിക്ക് പെഡ്രി തോന്നുന്നു. പെഡ്രിയുടെ ഒരു കൺട്രോളിംഗ് ആയിരിക്കും ചിലപ്പോ കളിയെ തിരിക്കാൻ പോകുന്നത്. പിന്നൊരു സംഭവം ബെല്ലിംഗ്ഹാം ചിലപ്പോ ആവാം. ഗോളർ എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് 2 കളിയുമ്പോഴത്ത് എനിക്ക് അത്യാവശ്യം പിന്നീട് തിരിച്ചു. പക്ഷെ ഞാൻ വേറെ നല്ല പറയണേ, അത്ലറ്റിക്കോ മെഡ്രിഡിന് റയലിനെതിരെ 5 അടിക്കാന്നുണ്ടെങ്കിൽ ബാർസക്ക് 6 അടിക്കാൻ. നീ ഇപ്പോഴത് വാങ്ങിച്ചു. നീ എന്തിനും കേട്ടില്ല. അത്ലറ്റിക്കോ മെഡ്രിഡിന് 5 റയലിനെതിരെ അടിക്കാന്നുണ്ടെങ്കിൽ ബാഴ്സക്ക് 6 അടിക്കുക. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ റയലിന്റെ ബാക്ക്, ഇപ്പൊ ബാഴ്സയുടെ ബാക്ക് പൊട്ടും കൺസീഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് തന്നെ റയലിന്റെ ബാക്കും പൊട്ടും, റയലും കൺസീഡ് ചെയ്യും മിനിമം ഒരു. പക്ഷെ റയലിന്റെ ഗോൾ കീപ്പർ വ്യത്യാസം ഉണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയിൽ ഞാൻ അത്രയും ഇതിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുവാൻ ഗാസി ആയിരുന്നെങ്കിൽ ഞാൻ ഈ സ്കോർ പറയില്ല. പക്ഷെ അതൊരു വ്യത്യാസം. ഞാൻ ജുവാൻ ഗാസി എന്തോ ഭയങ്കര പൊക്കി അങ്ങനെ പറയില്ല, പക്ഷെ അതൊരു നമുക്കൊരു വിശ്വാസമാണ്. നമുക്ക് ഈ സ്കോർ കുറയും എന്നുള്ളൊരു സാധനമാണ്.
പക്ഷെ റയലിലേക്ക് അത്ര എനിക്ക് തോന്നുന്നു. വേറൊന്നുമല്ല, ബാക്കിൽ ഈ പറഞ്ഞ പോലെ മിലിറ്റാവും ഹ്യൂസണും ആണെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം അസൻസിയോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ സീസൺ അവസാനിക്കുമ്പോൾ ഈ എൽ ക്ലാസിക്കോ റയൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല റയൽ തോക്കുകയാണെന്നുണ്ടെങ്കിൽ റയലായിരിക്കും ഈ സീസൺ അടിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തോക്കുകയാണെങ്കിൽ ഓക്കെ, സംതിങ് വി നോട്ടഡ്. കാര്യം അതൊരു ഇൻസൾട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ്രിഡ് ഡെർബിയിലും തോക്കുകയാണ്, എൽ ക്ലാസിക്കോയും തോക്കുകയാണ്. അത് ഭയങ്കര ക്ഷീണമായിരിക്കും. അതിന് എന്തെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള സാധനം തിരിച്ചു പറയുള്ളൂ. കാരണം ഈ ബാഴ്സയായിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബാഴ്സ. പക്ഷേ ബാഴ്സയുടെ ഇത്തവണത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് സീസൺ ത്രൂ ഔട്ട് ബാഴ്സലോണ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി പോയിന്റ് കളയാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷിക്കാത്ത ടീമുകളായി ലാസ്റ്റ് സീസണിലും ഒരു സെൻട്രൽ സ്റ്റേജിൽ എത്തിയപ്പോ പോയായിരുന്നു എവിടെയെങ്കിലൊക്കെ. പിന്നെ തിരിച്ചു വന്നു. കഴിഞ്ഞ സീസൺ 6 കളി തോറ്റു. 6 കളി നമ്മൾ തോറ്റിട്ടുണ്ട്. പക്ഷെ 6 കളി തന്നെ റയൽ മാഡ്രിഡ് തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റയല് തോറ്റ 2 ബാഴ്സലോണക്കെതിരെ. അതാണ്. സോ നോക്കാം. എന്റെ തന്നെ എന്തായാലും ലാലിഗ തന്നെ റയലടിക്കേണ്ട ഇതില് റയൽ അടിക്കും എല്ലാം പറയുന്നുണ്ട്. അല്ല, പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. കാര്യം എന്ന് വെച്ചാൽ അവരുടെ സൈനിങ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ആരും അങ്ങനെ വലിയ നോട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയോ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നല്ല പൊസിഷനിലേക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാന്ന് പറയില്ലേ, അതുപോലെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഇപ്പം റയലിനെ അടിച്ചു കഴിഞ്ഞിട്ട് മാച്ച് കളിച്ചുമ്പോ ഇവര് തന്നെയാണ് ആ മാച്ച് കളിച്ചതെന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ സിമോണി എനിക്ക് തോന്നുന്നു എന്ത് തോന്നാലും ശരി റയലിനെ തോപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയാന്ന് തോന്നുന്നു. അല്ല, അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അത്ലറ്റിക്കോടെ ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞപ്പോ അവരെന്തോ കപ്പടിച്ച റീൽസ് കണ്ടന്റ് പോണുണ്ടോ. അല്ല, അത് കുറച്ച് ഇതിൽ തോച്ച വിഷയം കൂടെ കമന്റ് ഫുൾ സ്പാം. അതായിരുന്നു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ അത്ലറ്റിക് കമന്റ് എന്ന് പറഞ്ഞ് കുറെ ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നും തൊട്ടില്ലായിരുന്നു. അല്ല, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ സിമിയോണി ടീമിനെതിരെ ഹാട്രിക് അടിച്ച ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ. അത് 4 ഹാട്രിക്, അതും ഒരൊറ്റ കളിക്കാറ്. അതുകൊണ്ട് പറഞ്ഞത് അല്ല, അത് വേറൊരു കേസ് ഉണ്ടാ. അത്ലറ്റിക്കോ അത്രയും സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 75 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ 5 ഗോള് സ്കോർ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവമാണ്. പിന്നെ അവര് അന്ന് റെയിൽ ചെയ്തപ്പോ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നല്ലോ, പെടവാലയുടെയും ബാക്കിയെല്ലാം. എന്ത് കാട്ടുകൂട്ടല് ഫാൻസ് കുറെ ഇളക്കിയില്ലായിരുന്നു സ്റ്റേഡിയത്തിലുള്ള. എന്ത് ട്രിഗർ ഏത് സ്റ്റേഡിയത്തിലാണ് ഹോം ഫാൻസ് സപ്പോർട്ട് ചെയ്യല്ലോ. തിരിച്ചല്ലേ നമ്മുടെ റോമയുടെ കൂടിയുണ്ടത്. കഴിഞ്ഞ കളി മാഡ്രിഡും അത്ലറ്റിക്കോ ആയിട്ട് റോമയുടെ കൂടിയിരുന്ന് കാണുന്ന ഞാൻ നോക്കുമ്പോ അത്ലറ്റിക്കോടെ എനിവേസ് നമുക്കിപ്പോ ലാലിഗ ഈ സീസണിൽ എന്തായാലും അത്ലറ്റിക്കോ മിക്കവാറും ഒരു കപ്പടിക്കും. ഏതെങ്കിലും സൂപ്പർ കോപ്പ എന്തെങ്കിലും അവർ അടിക്കും. ഇനിയിപ്പം ഇതിൽ ഏതെങ്കിലും സൂപ്പർ കപ്പ് അത് റയലടിക്കും. അതന്നെയല്ലേ വരണേ? അതിപ്പോ ഈ അടുത്തന്നല്ലേ വരണേ? അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്. ഈ അടുത്ത് നോക്കാം. ലാലിഗ ആരടിക്കും എന്നുള്ളത് ഞാൻ അറിയില്ല. ബാഴ്സലോണ അല്ലേ? ഞാൻ അത്ലറ്റിക്കല്ലോ. ഞാൻ പിന്നെ റയൽ തന്നെയാണ് ചോദിക്കാനുള്ളത്. തോറ്റാലും യുണൈറ്റഡ്. അത് ഞങ്ങൾ സേഫ് ഇത്തവണ. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഞാനില്ലേ ഇത് പറഞ്ഞാല് കോമഡിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ലൈവ് പറഞ്ഞിട്ട് അവൻ എപ്പോഴും ഇങ്ങനെ ഇത് പറയുമ്പോൾ ഒരു ടാഗ് പറയും, ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗ്, ഏറ്റവും മികച്ച ലീഗ് എന്ന് പറയും സൗദി ലീഗ്. അല്ല, അപ്പൊ ഞാനിത് കാണാറേ ഇല്ല. സൗദി ലീഗ് ഞാൻ ഹൈലൈറ്റ്സ് പോലും കാണാറില്ല. അപ്പൊ ഇവൻ പറഞ്ഞു അപ്പം ഞാനാണ് MLS ഇടയ്ക്ക് കാണും. ഞാൻ ആപ്പിളിൽ മറ്റേതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ശരി, എന്നാ പിന്നെ എന്തായാലും നമ്മൾ എന്തെങ്കിലും വിമർശിക്കണമെങ്കിൽ ഈ പറയണ പോലെ കാണുമെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് പണ്ടിറങ്ങാൻ ഞാൻ മറ്റേ ഫാൻ കോളിൽ ഇത് എടുത്തു. സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞ ടൈറ്റ് കോമ്പറ്റീഷൻസ് ഒന്നല്ല, പക്ഷെ നല്ല കണ്ടംകളി പോലത്തെ ഒരു ലീഗാണ്. സത്യം നല്ല കളി കാണാൻ അല്ല, ഞാൻ കണ്ട അൽനാസറിന്റെ കളിയാ. അൽനാസറിന്റെ കളി കണ്ടല്ല. ഇപ്പോ സൗദി ലീഗ് എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് ടീംസ് ഉണ്ട്. തികച്ചും മോശം ടീംസ്, ഏറ്റവും കുറേ ടീം. അല്ല, ഞാൻ അൽനാസറിന്റെ കളി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വിഷമം വന്നു. ഞാൻ വെറുതെ അതും ആ സീസൺ ഇപ്പുറത്ത് തന്നെ ബോൾ ഇട്ടോണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോ അൽനാസറും
അൽ ഇത്തിഹാദും കളി ഉണ്ടായിരുന്നു, നല്ല കളിയായിരുന്നു. ബെൻസിമയുടെ ടീം ക്രിസ്ത്യാനോയുടെ ടീം. എടാ അതേപോലെ ഞാൻ കണ്ടത് അല്ല അതല്ല ഉണ്ട്, അതല്ല അതായിരിക്കൂല, അതാ ഞാൻ കണ്ടത്. അതായിരിക്കും. അതിനല്ല, വേറെ കേസ് കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് MLS ഒരു ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു കേസ് ഉണ്ട്. എന്ന് വെച്ചാൽ റെഫറി ഡിസിഷൻസ് കുറെയൊക്കെ വാറിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അവര് ഗ്രൗണ്ടിൽ എടുക്കുന്നില്ല. കമ്പയർ ചെയ്ത് തന്നെയാണെങ്കിൽ ഞാൻ സൗദിയിലേക്ക് ഫാർ ബെറ്റർ ആണെന്ന് പറയും. ഫാർ ബെറ്റർ ആണെന്ന് പറയും MLS വെച്ച് കമ്പയർ ചെയ്തതിനെ സൗദിയിലേക്ക്. കാരണം റെഗുലർ കാണാൻ ഞാൻ റെഗുലർ ആയിട്ട് ക്രിസ്ത്യാനോ പോയി പിന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് ഇമ്പ്രൂവ്ഡ് ആണ്. കാരണം ഒരു 5-6 കോമ്പറ്റേറ്റീവ് ടീംസിനുണ്ട്. അൽ ഹിലാൽ, അൽ അഹ്ലി, അൽ ഖർദിഷ്, അൽ നാസർ. ഈ 5 ടീമിലും അത്യാവശ്യം യൂറോപ്പിൽ നിന്നുള്ള സ്റ്റാർ പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ അതല്ല ഞാൻ മാറ്റിയില്ലേ സൗദി പ്ലേയേഴ്സ്. അതും മാറ്റി. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടി പ്ലേയേഴ്സ് വരുള്ളൂ. സോ സൗദി ബിൽഡിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ അൽനാസറിനെ കുറ്റം പറയാൻ നിൽക്കണ ഈ സീസണിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാ, എന്റെ ക്ലബിൽ കപ്പടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ള ഏക ടീം അൽനാസറാണ്. അല്ല അതടിക്കും തോന്നുന്നുണ്ട്. അൽനാസറിൽ ഈ കാരണം എനിക്ക് അത് ലീഗ് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്രയും നാളുണ്ടല്ലോ അൽ ഹിലാലിനെ തുടങ്ങാൻ പറ്റൂലായിരുന്നു. അല്ലല്ല ഒരിക്കലും അല്ല, ഫസ്റ്റ് പ്രീമിയർ ലീഗാണ് അത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ലീഗ്. അതിന് എന്തോരം നാള് കഴിഞ്ഞാലും പ്രീമിയർ ലീഗ് തന്നെയായിരിക്കും. കാരണം അതിനുള്ള ക്ലബ്സും ടീംസും പ്രീമിയർ ലീഗിലേ ഉള്ളൂ. അല്ല കോമ്പറ്റീറ്റീവ് ലീഗായിട്ട് സിരിയനെ കൂട്ടാ. സെക്കൻഡ് ലീഗ് അണ്ടർ റേറ്റഡ് ആണ്, അതാണ് സംഭവം. സെക്കൻഡോ തേർഡോ സിരിയക്ക് അണ്ടർഡോട്ടിലേക്ക് കൊടുക്കാം. ഫോർത്ത് ബുണ്ടസ് ലീഗ് സെക്കൻഡ് സൗദി ലീഗിലെ പറഞ്ഞത് ലാലിഗയ്ക്ക് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതേപോലെ തന്നെ സിരിയക്കും കൊടുക്കാം. ടഫാണ്, ടൈറ്റ് ആണ്. ബുണ്ടസ് ലീഗ് ഫോർത്തേ ഉള്ളൂ. പക്ഷേ 5th ലീഗ് 1 ബെറ്റർ സൗദി ലീഗാന്ന് ഞാൻ പറയും. ലീഗ് 1 PC എന്ന് പറഞ്ഞ ടീമുള്ളൂ. ഇപ്പോ ഈ സീസൺ മാത്രം മാർച്ച് കളിച്ചുകൊണ്ടുണ്ട്. മൊണോക്കോ ഇങ്ങനെ ഈ ഒരു DNA ഉള്ള ഈ ഫാൻസ് മൊത്തം ഇവർക്ക് ലൈക്ക് ഒരേ വാദമാണ്. എന്താ പറയാ, ഇപ്പൊ എനിക്കിപ്പോ എന്താ പറയാ MLS മോശം പറയാൻ എനിക്ക് ഓക്കെ ആയിക്കോട്ടെ, അക്സെപ്റ്റ് ഉള്ളൂ. പക്ഷെ ഇവർക്ക് ഞങ്ങളുടെ അണ്ണം കളിക്കുന്ന ഒരിക്കലും അല്ല. ലൈക്ക് അതാണ് എല്ലാവരുടെയും മൈൻഡ് സെറ്റ്. സമ്മതിച്ചു തരൂല. ഞാനതാ പറഞ്ഞേ, ഞാൻ ഇതുവരേക്കും ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇനി ഞാൻ നിർത്തി. അയ്യോ വേണ്ട ഭയങ്കര ഷോക്ക്. അൽ ഹിലാൽ ടീം കുറച്ചാള് ഒരു ടീമിനെ തൊടാൻ പറ്റൂലായിരുന്നു, അത്രക്കും കറക്കം ടീമായിരുന്നു. ഇപ്പൊ കോച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാൻചീനിയല്ലേ നമ്മുടെ ഇന്റർലാൻഡ് പഴയ ഇൻസാക്കി വന്നതിന് ശേഷം ഡൗൺ ആയി. പക്ഷെ അതിനു മുമ്പ് വരെ ഒടുക്കത്തെ ടീമായിരുന്നു. ഈ ബൊണുവ, കൊളുബലി, ക്യാൻസലോ, ഇപ്പത്തെ തിയോ ഫെർണാണ്ടസ്, ന്യൂനസ്, റൂബൻ നെവസ്, മിലിക്കോവിച്ച് സാവിച്ച് ഒടുക്കത്തെ ടീമാണ് ഹിലാല്. പക്ഷെ ഈ സീസൺ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള ടീമുകളോ ഓപ്പൺ അപ്പാവുന്നുണ്ട്. സൗദി ലീഗ് കോമ്പറ്റീറ്റീവ് ആണ്, അത് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുള്ളൂ. ഏട്ടാ അതാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞാൻ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറയൂല. അങ്ങനെയല്ല, 5th ഒന്നും കൊണ്ടുവരാനായില്ല. പിന്നെ കൊറേയൊക്കെ മാറാനുണ്ടെന്ന് തോന്നുന്നു. MLS ഈ പറയുന്ന പോലെ തന്നെ ഞാൻ MLS കൂടുന്നില്ല, സൗദിനെയും കൂടുന്നില്ല. ലീഗ് 6th. ഇവര് മറ്റേ എടാ അതാ ഞാൻ പറഞ്ഞേ, ഇവര് ഒരേ ശബ്ദമാണ്, ഇവർക്ക് അറിയുന്ന പോലെ ഒരേപോലെയാണ്. ടർക്കിഷ് ലീഗ് പറഞ്ഞ ഫെർണാണ്ടസ് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. പക്ഷെ മീഡിയ എക്സ്പോഷർ കിട്ടുന്നില്ല ബ്രോ. ഈ സീസൺ ഉണ്ടല്ലോ സീരിയ ടെലികാസ്റ്റ് ചെയ്യുള്ളൂ ഇന്ത്യയിൽ. കഴിഞ്ഞ സീസണിലും ബ്രസീലിൽ വന്നായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ റിമൂവ് ചെയ്തു ഒരു മാച്ച് കഴിഞ്ഞപ്പോ. ഫുട്ബോളിന് പറ്റിപ്പോയൊരു അല്ല, നമുക്ക് പോലെ ആരെങ്കിലും പ്രീമിയർ ലീഗ് പറഞ്ഞല്ല, സിരിയയിലോട്ട് വന്നല്ല. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ റെഗുലർ ആയിട്ട് കാണാറില്ല. ലോകത്തിലെ മികച്ച ലീഗ് കാണാൻ തുടങ്ങിയത് കാരണം എനിക്ക് ഇത് കാണാൻ പറ്റാറുള്ളൂ. ലോകത്തിലെ മികച്ച ലീഗ് അല്ലേ, ഞാൻ 5ാമത്തെ ലീഗ് എന്നാ പറഞ്ഞത്. പക്ഷെ കാണാത്തവർക്ക് ഇപ്പൊ വിമർശിക്കേണ്ടവർ വിമർശിക്കാം. നമ്മള് 3 ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ബെസ്റ്റ് ലീഗ് ഇപ്പൊ ഇതാന്ന് പറഞ്ഞ അല്ല കാണേണ്ടവർക്ക് സൗദി ലീഗ് ഞങ്ങൾ സംഭവിച്ചു പറഞ്ഞോ. പക്ഷെ ഇതിൽ എങ്ങനെയാന്ന് പറയടാ, അടുത്ത സീസണേ റൊണാൾഡോ വേറെ ഏതെങ്കിലും ലീഗിലേക്ക് പോയി നോക്കട്ടെ. പോയി സൗദി കൊള്ളതേയില്ല. പോയാൽ മതി. അൽനാസറിന്ന് പോകില്ല, കാരണം ഇപ്പോ 20% സ്റ്റേക്ക് വരെ മേടിച്ചിട്ടുണ്ട്. അവിടെ ഇനി എവിടെ ഒരു പോക്കുണ്ടാവും എനിക്ക് തോന്നണില്ല. അതെന്തായാലും നമുക്ക് പിന്നെ സംസാരിക്കാം. ശരിയായി, ആര് കപ്പടിക്കും?
എനിക്ക് എന്റെ ആഗ്രഹം നെപ്പോളി അടിക്കുന്നു. ഓക്കെ, ഇവിടെ എസ് റോമൻ ചോദിക്കണ്ട. എന്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാനിതൊരു ജസ്റ്റ് പ്രൊഡിക്ഷൻ പോലെ പറഞ്ഞു. ഞാൻ സീസൺ തുടങ്ങിയപ്പോ നെപ്പോളി അൺഡൗട്ടഡ്ലി എന്നാ പറഞ്ഞത്. കറണ്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നെപ്പോളി നെപ്പോളിയനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ എസ് റോമ അല്ല ഇന്റർ മിലാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചാണ് ഇന്റർ മിലാൻ, 17 ഗോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് വാങ്ങുന്നുണ്ട്, എന്തോ 8 Concede ചെയ്യുന്നുണ്ട്. ഇന്റർ മിലാൻ എപ്പോഴും ഏത് സീസൺ നോക്കിയാലും ഇന്റർ മിലാനെ താഴ്ത്തി പറയാൻ പറ്റില്ല. ഇല്ല ലാസ്റ്റ് വരെ. ലാസ്റ്റ് വരെ പക്ഷേ അലഗ്രി വന്നിട്ട് AC മിലാന് നല്ല വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കളിയാണ് ജൂവന്റസ് ആയിട്ട് ഡ്രോ ആയിരുന്നു, 0 ഡ്രോ. പിന്നെ അതേപോലെ തന്നെ ഈഗർ ട്യൂഡറിന്റെ കീഴില് യുവന്റസ് ഒന്നും കൂടി അറ്റാക്കിംഗ് ഫുട്ബോൾ അല്ലേ കളിക്കണം. അറ്റാക്ക് കളിക്കാം. പക്ഷേ ആ ഒരു 2 കളി എന്തോ 8 ഗോളോ ഒരു നല്ലൊരു എന്തോന്നാ ചാമ്പ്യൻസ് ലീഗില് 4-3 ഡോട്ട്മുണ്ട് ആയിട്ട് എന്തോ 5-4 അങ്ങനൊരു സ്കോർ. 4-3. അതുപോലെ തന്നെ സീരിയയിലും വന്നായിരുന്നു, മറ്റേ ഒരു കംബാക്ക് അടിച്ചായിരുന്നു, ഇന്റർ മിലാനായിട്ട് അടിച്ചായിരുന്നു അതിന് മുമ്പ്. പക്ഷെ ആ ഒരു മാച്ചിന് ശേഷം ജൂവന്റസ് ഡൗൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഗോൾ വരുന്നില്ല. ഡിഫൻസ് നോക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തിരി ഷോർട്ട് തന്നെ. ആഷിഖിന്റെ ഇതിൽ എന്താണ് അഭിപ്രായം? കളിയൊന്നും ഞാൻ കാണില്ല സീനിയ. പിന്നെ ആകെ ഒരു ഹൈലൈറ്റ്സ് ആണ് മറ്റേ ഇന്ററിന്റെ യൂനിറ്റസിന് മറ്റേ ബ്രദേഴ്സ് കളിച്ചത്. മറ്റേ ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവര്. അത് അടിപൊളിയായിരുന്നു. പിന്നെ വേറൊന്നും അറിയില്ല. എന്റെ പ്രഡിക്ഷൻ ആസ് എ സപ്പോർട്ടർ AC മിലാൻ, എനിക്ക് AC മിലാനാണ് ഇഷ്ടം. AC മിലാൻ എനിക്ക് ഇഷ്ടമാണ്. ഇബ്രാഹിം ബഷീറിന്റെ ആളാ. അല്ല AC മിലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പും AC മിലാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതാണ് ആരുമില്ല. AC മിലാനില് ഒരു റാഫേലിയാണ് ഒരു നമ്പർ 4. മറ്റേ PSG ന്ന് മെസ്സി പോകുന്ന ഉറപ്പിച്ചപ്പോ ഞാൻ ഒരുപാട് AC മിലാൻ. expect ചെയ്താണ് AC മിലാൻ. എടാ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്നായിരുന്നു റൂമർ. അതായത് നമ്മുടെ ലൂക്ക മോഡ്രിച്ചിനെ അങ്ങോട്ട് എടുത്തില്ലേ, അത് കഴിഞ്ഞപ്പോ തന്നെ വരുന്നുണ്ടായിരുന്നു മെസ്സി ചിലപ്പോ AC മിലാനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ ഓൾമോസ്റ്റ് കൺഫേം ഇന്റർ മേബി തന്നെയാണ് അടുത്ത സീസൺ നിൽക്കുള്ളൂ. അതെ, ഇവര് എന്റെ ആയിരിക്കുള്ളൂ കരിയർ തീർന്നു. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഏത് ലീഗ് എടുത്താലും ഡൗൺ ടു ദ വയർന്ന് പറയാൻ പോണത് ശരിയായിരിക്കും. എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് ഈ സീസൺ. നിന്റെ റോമൊക്കെ ഒരു പ്രതീക്ഷ ഞാൻ കാണുന്നു ഈ സീസൺ എന്തോ. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞ ഒരു ടോട്ടൽ ടീം പ്ലേ ഒന്നും അല്ല, പറയുന്നില്ല. എന്നാ ജസ്റ്റ് ഇപ്പൊ ഞങ്ങളിപ്പോ എന്താ പറയാ, ഞങ്ങൾ 3 സപ്പോർട്ട് ചെയ്യുന്ന ടീം എന്തൊക്കെ ജയിച്ചിട്ട് എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ സീസണിൽ റോമ എങ്ങനെ ജയിച്ചാൽ എന്തായിരിക്കും സെലിബ്രേറ്റ്? ഒരു കോൺഫറൻസ് ലീഗ് എടുത്തിട്ടുണ്ട്. നിൽക്കുക, അത് എങ്ങനെയും പോട്ടെ. ഹൗ ആർ യു ഗോയിങ് ടു സെലിബ്രേറ്റ് ഏതാ ഈ ലീഗ് ജയിക്കുകയാണ്? നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരു ചാമ്പ്യൻസ് ലീഗ് മാച്ച്? ഹെഡ് ചെയ്തിട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാമ്പ്യൻസ് ലീഗ് മാച്ച് എന്ന് പറഞ്ഞാൽ 12:30 മാച്ച് വന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ടുമോറോ എന്നാണ് ഞാൻ ഇത് കണ്ടത്. ഗൂഗിളിൽ നോക്കുമ്പോ ടുമോറോ. അപ്പൊ ഞാൻ നാളെ ഉള്ള, അപ്പൊ ഇനിയിപ്പോ ഞാൻ കിടന്ന് ഉറങ്ങാന്നുള്ള രീതിയിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിക്കടാ ഇപ്പൊ കളിയുണ്ട്, നിന്നൊക്കെ തീർക്കും എന്നുള്ള രീതി എന്നെ എണീപ്പിച്ചിരുത്തി. ഞാൻ കളി ഉറങ്ങാൻ പോയവരെ വിളിച്ചിരുന്ന കഴിഞ്ഞാൽ എന്ത് കളി കളിക്കും. അല്ല അതൊരു ക്ഷീണമായിരുന്നു. പക്ഷെ ഞാൻ കോളേജിൽ പോയ ടൈം വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ ഞാൻ 4-1 തോപ്പിച്ചപ്പോ എന്നെ വന്ന് നല്ല രീതിയിൽ കളിയായിരുന്നു. ഞങ്ങൾക്കൊരു എവേ ഗോൾ ഉണ്ട്. ആ ഒരു ഗോള് തന്നെ അന്നെന്ന് പറഞ്ഞാൽ മറ്റേ എവേ ഗോളിന് എത്തിയ ഇതുള്ളതാ. എന്തോ ഒരു സംഭവം അതിപ്പോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കളിക്കാർക്കാണ് അവർ തൊരയുണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഈ ഹോമിലും എവയിലും വരുന്നതിനൊരു ഇപ്പൊ അങ്ങനെ ഇല്ല. ഇതിപ്പോ അങ്ങോട്ട് പോണോ 2 പോയിന്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗ് സത്യം പറഞ്ഞാൽ പഴയ ഫോർമാറ്റ് തന്നെയായിരുന്നു ഒന്നും കൂടി അടിപൊളി. പഴയതായിരുന്നു ആ ഒരു എവേ ഗോളിന്റെ ഇത് കൊടുക്കുന്നത്. ഇപ്പൊ പിന്നെ കളികൾ കൂടി. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഒന്നും കൂടി പ്രോഫിറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കളിക്കാരൊന്നും കൂടി ടയർഡ് ഔട്ട് ആണ്. അത് ടോപ്പ് 8 നിൽക്കുന്ന ടീമിന് അത്യാവശ്യം കളി കുറവായിരിക്കും. പിന്നെ എലിമിനേഷൻ കളിച്ച് പിന്നെയും കയറുന്ന ടീം ഉണ്ടല്ലോ, ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൈറ്റ്. സോ ബുണ്ടസ്ലീഗ അല്ല, ഇനിയിപ്പോ ബുണ്ടസ്ലീഗ ഓടിക്കാല അത് വേറെ ചോദ്യമൊന്നുമില്ലല്ലോ. ഒരു ഗോൾ ഉണ്ടായിരുന്ന ഔട്ട് സൈഡ് കളർ ഇത് പോയത്, കർവ് ചെയ്ത് മറ്റേ ലോ ഗ്രൗണ്ട് ബോട്ടം പോയത് അടി കുറച്ച്. ശരിക്കും പറഞ്ഞ ബോള് പോസ്റ്റിന്റെ പുറത്തേക്ക് പോണ സാധനമാണ്. കർവ് ചെയ്ത് കിട്ടില്ല. വിൻസൺ കമ്പനി ഇങ്ങനെ കമ്പനി കോച്ചായപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ശരിയാവോ ഇല്ലെന്നുള്ളത്. പക്ഷെ ഈ സീസൺ ത്രൂ ഔട്ട് ആയിട്ട് പിന്നെയുണ്ട് അവിടെ എപ്പോഴും ഒരു എന്തെന്നാ കോമ്പറ്റീഷൻ. അതല്ല, അവിടെ ഒലീസ എന്നുള്ള പ്ലെയർ അവർക്ക് ഇപ്പോഴും എന്താ പറയാ
ആ ഒരു റെക്കഗ്നിഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല മൈക്ലോലീസ്. അവന്റെ കളി പക്ഷെ എനിക്ക് വേറെ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർ ആ ലീഗിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോ എത്രയാണെന്ന് ചാമ്പ്യൻസ് ലീഗിലും കഴിഞ്ഞ സീസണിൽ അല്ലല്ല ഞാൻ പറഞ്ഞ ടീം ഭയണായിട്ട് ബയോൺ പക്ഷേ കഴിഞ്ഞ സീസണിൽ പ്ലെയറിനെ റെക്കഗ്നൈസ് ചെയ്തില്ല. അത് ഞാൻ ശരിയാണ്. വേണ്ടത്ര റെസ്പെക്ട് കിട്ടിയിട്ടില്ല. ബയോൺ കഴിഞ്ഞ ഈ സീസണിൽ ബാലൻഡിയോർ വന്നപ്പോ എല്ലാവരും റഫീന പെഡ്രി എന്നൊക്കെ പറഞ്ഞു. ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട്. യമാലിന്റെ ഏകദേശം ഒരേ കമ്പാരിസൺ. ബിഗ് മാച്ചസിൽ കുറച്ചുകൂടി വന്നാലും കുറച്ചുകൂടി അറിയപ്പെടാം. അതിന് മെയിൻ റീസൺ ആണ് ന്യൂ കാസ്റ്റിലായിട്ട് കളിച്ചപ്പോ പെഡ്രീനെ കുറെ യുണൈറ്റഡ് അല്ല പ്രീമിയർ ലീഗിലെ കുറെ പ്ലേയേഴ്സ് സ്റ്റോറി കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതം. പക്ഷേ ഇവര് ഇന്നാണ് ആദ്യമായിട്ട് പെഡ്രീനെ കണ്ടത് ഞാൻ ഓർത്തു. ഞാനൊരു കേസ് പോലീസുടെ കേസ് യമാലിന് കിട്ടിയേക്കണത്ര PR ഈ അടുത്ത് വരെ ഏതെങ്കിലും ഒരു പ്ലെയറിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? PR ഉദ്ദേശിച്ച ആള് പെർഫോം ചെയ്യില്ല എന്നാണ് പറയണത്. അല്ല, പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് കിട്ടുന്ന പ്രൊമോഷനും ആ ഒരു ഹൈപ്പും ഇപ്പൊ നിലവിൽ എന്തുകൊണ്ടാണ് അതിനൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തതെന്ന് അറിയോ? നീ എപ്പോ നോക്കിയാലും ഇപ്പൊ മെസ്സി ഉണ്ടായിരുന്ന സമയത്ത് മെസ്സിക്കൊപ്പം റൊണാൾഡോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എംബാപ്പയെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എംബാപ്പെ ആയിരിക്കോ വിനീഷ്യസ് ആയിരിക്കോ ആരാണ് ഫ്യൂച്ചർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഒരു സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരാത്തത്. അത് കുറച്ചും കൂടി കൂടുതൽ യമാലിന് വരുന്നു. PR സെൻസ് എന്താ പറയാ, മെസ്സി റൊണാൾഡോ എടുക്കുകയാണെങ്കിൽ റൊണാൾഡോ കുറെ അല്ല ഞാൻ ഇപ്പൊ കുറെ കണ്ടന്റ് റിലേറ്റഡ് സാധനങ്ങള് ഇൻസ്റ്റയില് കുറെ സാധനങ്ങളൊക്കെ വരും. പക്ഷെ മെസ്സി അങ്ങനെയല്ല. ഒരു മാച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടേച്ചാൽ അവിടെ പരിപാടി ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ യമാലിന് ഇത്രയും PR അതും കിട്ടിയതുകൊണ്ടല്ലേ റഫീനിയുടെ കിട്ടേണ്ട വോട്ട് പോലും കിട്ടാണ്ടായത്. അതെനിക്ക് തോന്നണല്ലടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ അല്ല, കഴിഞ്ഞ സീസൺ ഇപ്പോ റഫീനിക്ക് കിട്ടേണ്ട ഒരു ബാലൻഡിയോർ റാങ്കിങ് ആണ് കിട്ടിയത്. അർഹതപ്പെട്ട സാധനമാണ് കിട്ടിയത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനത് ഇതുകൊണ്ട് പറയണല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻഡിയോർ എന്ന് പറയുന്ന സാധനം അത് കൊടുക്കുന്നതിൽ റെസ്പെക്ട് ഇല്ലാന്നോ ബാക്കി സാധനങ്ങളൊന്നുമല്ല. എടി ഇതൊരു വോട്ടാ. ഈ വോട്ട് ചെയ്യുന്നവർ അത് ബാഴ്സലോണയിൽ അവൻ റഫീനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല കൊടുക്കുന്നത്. ഇപ്പം ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്ത് എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്? അവരെത്ര പേര് ഈ പറയുന്ന പോലെ റഫീനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഫസ്റ്റ് പ്രയോറിറ്റിയില് ആരും വോട്ട് ചെയ്തിട്ടില്ല. അപ്പം അത് ബാഴ്സ സപ്പോർട്ടേഴ്സ് മാത്രമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഇതൊരു വോട്ടിങ്ങിലും കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ. ഇതൊന്നുമല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബാലൻഡിയോറിനെ കുറച്ച് കാണാനും പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളിപ്പോ ഇതിങ്ങനെ പറയുന്നു. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് കിട്ടാത്തത് കൊണ്ടാവാം, കിട്ടിയത് കൊണ്ടാവാം. ബാലൻഡിയോർ ഈസ് ലൂസിങ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി. ഇത് വരെ ഞാൻ പറഞ്ഞല്ലോ ഒരേപോലെ കരയും. സീസൺ എംബാപ്പയോട് കറങ്ങി ഞാൻ പറയൂല കിട്ടേണ്ട. അല്ല, ഈ സീസൺ ഈ പറഞ്ഞ പോലെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഡംബിലൊക്കെ കിട്ടി. കഴിഞ്ഞ സീസൺ പക്ഷേ റഫീനിയോ ഡംബില് ഫാർ ബെറ്റർ ആയിരുന്നില്ല റഫീനിയേക്കാളും. നേടാനുള്ളതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ തന്നെ ബാഴ്സയുടെ ഒരു അറ്റാക്കിംഗ് ഫിനിഷിംഗ് ഇല്ലേ, അത് മുഴുവൻ വന്ന റഫീനയിൽ നിന്നാണ്. എന്നാ ക്രിയേറ്റ് ചെയ്ത് യമാലാണ്. അതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ഈ ഭയങ്കര സംഭവമായിട്ട് എടുത്തു വെച്ചത്. അതുകൊണ്ട് റഫീനിയെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ട്രോഫീസ് വന്നത് മുഴുവനും റഫീനിയെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. ഡെംബെലയ്ക്ക് ഡിസർവ് ചെയ്ത് അത്രയും സീസൺ വേറെ ആർക്കും ഡിസർവ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല. ഡെംബലയുടെ താഴെ കൊടുക്കാണ്ടെങ്കിൽ റഫീന അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഡെംബലയുടെ അത്രയും ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ സീസൺ ഈ പറഞ്ഞ പോലെ വിനീഷ്യസിനെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. റോഡ്രിഗോനേക്കാളും അതിപ്പോ തർക്കിക്കേണ്ട നമുക്ക്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ട്? അതെനിക്ക് അല്ല, അതൊന്നും നിനക്ക് തോന്നുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ വിനീഷ്യസിനോട് എന്തിനു ഹേറ്റ് വരണം? ഇഷ്ടമല്ല. അല്ല, അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല. എന്റെ കാര്യം എനിക്ക് പുള്ളിയുടെ മാച്ച് അല്ല, എനിക്ക് പ്ലേ അല്ല ഇഷ്ടമല്ലാത്ത. പുള്ളിയുടെ ചില സമയത്തുള്ള സ്വഭാവം ഒരു പ്രശ്നം ഇല്ലെങ്കിലും പുള്ളി വെറുതെ ചൊറിയും. അത് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് തിരിച്ചു പറയാ പുള്ളി കരയുണ്ട്. അയ്യോ, ഇപ്പോഴും മാറ്റൊന്നുമില്ല. അല്ല, ഇപ്പൊ പിന്നെ അതിനുള്ളൊരു സമയമായില്ല. കുറച്ചും കൂടെ കഴിയും. അല്ല, എന്റെ ഒരു ഇതില് റയൽ കോൺട്രാക്ട് പുതുക്കിയത് വിനീഷ്യസിന്റെ ഇങ്ങടാന്ന് വെച്ചാൽ പൊക്കോട്ടെ. പകരം എന്നിട്ട് ഹാളന്റെ ജൂലിയൻ അപ്പൊ പറയും ഞങ്ങൾക്ക് പ്രോപ്പർ ലെഫ്റ്റ് വിങ്. അല്ല, എംബാപ്പെ ലെഫ്റ്റ് വിങ് കളിക്കണം. എംബാപ്പെ ലെഫ്റ്റ് വിങ് കളിക്കണം പ്രോപ്പർ ആയിട്ട്. എംബാപ്പെ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞോണ്ട് എനിക്ക് ലെഫ്റ്റ് വിങ് തന്നെ കളിക്കണമെന്നാ. റയൽ എന്നിട്ട് അഡാപ്റ്റ് ചെയ്ത് മാറ്റിച്ചല്ലേ. എംബാപ്പെ ഇപ്പോഴും ഫ്രാൻസിൽ കളിക്കണ ലെഫ്റ്റ് വിങ് തന്നെയല്ലേ മോസ്റ്റ് ഫ്രീ റോൾ ആയിട്ടല്ലേ കളിക്കണേ. അത് പക്ഷെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കളിക്കുന്നത്.
അപ്പൊ ഒരു പ്രോപ്പർ നമ്പർ 9 റയലിൽ വന്നു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് ലെഫ്റ്റ് വിങ് കിട്ടുകഴിഞ്ഞാൽ ഒന്നും കൂടി ഫ്രീഡം കിട്ടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്ത്യാനോ ലെഫ്റ്റ് വിങ് കളിച്ചിട്ട് ഈ പറഞ്ഞ ഒരു ഫ്രീ സ്പേസ് പോലെ ആ ഒരു കളി പോലെ എംബാപ്പയ്ക്കും കളിക്കാൻ പറ്റും. ഈ ഹാളണ്ടിന് സിറ്റിയിൽ ഇട്ടോട്ട് റയൽ മാഡ്രിഡിൽ ആയിട്ട് ഇട്ട് കൊടുക്കും ബോള് എന്തുകൊണ്ട് കൊടുത്തൂടാ? ആര് കൊടുക്കാനുള്ളത്? അല്ല ഈ പറഞ്ഞ ഇത്രയും നാളും ഹാളഞ്ചിന് ഇട്ട് കൊടുത്തിട്ട് ഡിബ്രോനായിരുന്നു. ഇപ്പൊ സിറ്റിയിൽ ആരും ഇട്ട് കൊടുക്കണം? എല്ലാ പ്ലേയേഴ്സും. ഇപ്പൊ എല്ലാ പ്ലേയേഴ്സും അല്ല, ഇപ്പൊ കൂടുതൽ ഇട്ടോടുന്നത് ബെർണാർഡോ സിൽവയാണ് ഇപ്പൊ മിക്കത്. അതേപോലെ ഗോളറിന് ഇട്ട് കൊടുത്തൂടെ? ഇട്ട് കൊടുക്കാം, പക്ഷേ എംബാപ്പെ കിട്ടിക്കഴിഞ്ഞാൽ പറയട്ടെ ഇപ്പൊ ഹാൻഡ് വലിയ എനിക്ക് തോന്നണ്ട ഒരിക്കലും ഒരു 1% പോലും ചാൻസ് ഇല്ലാത്തൊരു സാധനം അതൊന്നും ടോപ്പിക്കല്ല. ബട്ട് ഐ തിങ്ക് വരുന്നോ. ഹാളന്റെ പക്ഷേ വേറെ കേസ് പറയാം, എന്തായാലും അടുത്ത സീസണിൽ കുറെ കാലത്തിന് ശേഷം ബാഴ്സലോണയുടെ ഒരു ബിഗ് സൈനിങ് ഉണ്ടാവും. കാര്യം ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി. അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം ഒരു ബിഗ് സൈനിങ് നടന്നിട്ട്. അല്ല ഒന്നാമത്തെ കേസ് ഗ്രീസ്മാൻ ഔട്ട് ഓഫ് പൊസിഷനിലാണ് നിങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. വന്നിട്ട് നിങ്ങളോ ബാഴ്സലോണ അല്ല നീ വെറുതെ നോക്കി പറഞ്ഞപ്പോ ബാഴ്സലോണ ഗ്രീസ്മാൻ ഔട്ട് ഓഫ് പൊസിഷനാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും കളിച്ച സ്ഥലത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസ്മാൻ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ ഡച്ച് കോച്ച് റൊണാൾഡ് കോമൻ ചർച്ച വേറെ വൈൻഡ് ചെയ്യാലോ. ബാഴ്സലോണ കഴിഞ്ഞ മാച്ചിനെ പറ്റി എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എന്നാലും നീ പറഞ്ഞു. ഞാൻ കളിക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂനോ മെൻഡസ് യമാലിന് ഈ പറഞ്ഞ പോലെ വെട്ടും പൂട്ടും എല്ലാം ചെയ്യുമെന്ന്. പക്ഷെ പൂട്ടിയില്ലല്ലോ. പൂട്ടിയല്ലോ. നീ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഏറ്റവും കൂടുതൽ ഡ്യൂവൽസ് തന്നെ ആ വിന്നിന്റെ അടുത്ത് നോക്ക്. അതിൽ ഫസ്റ്റ് ഹാഫിൽ 4 എണ്ണം ഇല്ലേ? 4 എണ്ണം ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് അത് 2 എണ്ണമാണ്. അത് ഫസ്റ്റിലെ 3 മിനിറ്റാ. അല്ല 3 മിനിറ്റ് അല്ലല്ലോ, 30 മിനിറ്റിനുള്ളിൽ 35 മിനിറ്റ് അത്. പക്ഷെ 4 എണ്ണം ലോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ ഫസ്റ്റ് ഹാഫിൽ മാത്രം. മൊത്തം 9 എണ്ണം പോയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 9-10 എന്തോ പോയിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന പുള്ളി ആ ഭയങ്കര അടിപൊളിയായിരുന്നു? അല്ല ശരി, ഈ അസിസ്റ്റിനകത്തും വേറെ സീനുണ്ട്. നിങ്ങളുടെ ഭാഗം തന്നെ എടുക്കാം. റയൽ മാഡ്രിഡിന്റെ ഒരു തിയറി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കളിക്കാൻ പറ്റൂലായിരുന്നു. കാരണം അത് ഫൗളായിരുന്നു. റെഡ് കാർഡ് കൊടുക്കുക, സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കേണ്ട സാധനം തന്നെയായിരുന്നു. അല്ലേ? എന്താ കാരണം? ഒരിക്കലും അത് സെക്കൻഡ് കാർഡിനുള്ള ഫൗൾ ഒന്നും ഇല്ല. അത് എന്താ കാരണം? എന്താ പറയാ, ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് ഫൗളേ അല്ല. യെല്ലോ കാർഡ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തില്ല. ഫസ്റ്റത്തിനാണ് യെല്ലോ കാർഡ് കൊടുത്തത് ഡയറക്റ്റ്. സാധാരണ ഒരു 2-3 അതുകൊണ്ട് മാത്രമാണ് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തത്. ശരിക്കും പറയാം യെല്ലോ കാർഡിനുള്ള ഫൗൾ ഉണ്ട്. അത് എനിക്ക് തോന്നിയില്ല. എടാ അതിലും അത് എങ്ങനെയാണ്? കാരണം അത് ഗോളിലേക്ക് ഓടിയ സാധനമാണ്. എസ്പെഷ്യലി യമാലായിരുന്നു. അതിൽ ഫൗള് കയറിയതാണ്. അത് കൊടുക്കേണ്ട സാധനം തന്നെ. ഞാൻ യമാലിന്റെ കേസ് പറയാൻ കാരണം യമാല് സാധാരണ ഒരു ഡിഫൻഡറിനെ ടേക്ക് ഓൺ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സ്പ്രിന്റ് ഇട്ടോ അല്ലെങ്കിൽ സ്കിൽസ് കാണിച്ചോ കട്ട് ഓൺ ചെയ്യാനോ പോണ പോലെ ന്യൂനോ മെൻഡസിനെതിരെ ചെയ്യാൻ നോക്കിയിട്ടില്ല. ബോള് അല്ല അങ്ങനെയാണെങ്കിൽ ടെറി ഹെൻറി പറഞ്ഞു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്തത് ന്യൂനോ മെൻഡസിന്റെ? ഈ പറഞ്ഞ പോലെ യെല്ലോ കാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യെല്ലോ കാർഡ് കിട്ടി ഈ പറഞ്ഞ പോലെ. യെല്ലോ കാർഡ് അത് കഴിഞ്ഞല്ലേ വന്നേ? അല്ല ഫസ്റ്റ് ഹാഫിലാണ് യെല്ലോ കാർഡ് കിട്ടിയത്. യെല്ലോ കാർഡ് കിട്ടി. സെക്കൻഡ് ഹാഫിൽ പൊസിഷൻ മാറ്റാൻ കാരണം പറഞ്ഞതുപോലെ വിങ്ങേഴ്സ് ഉണ്ടായില്ല. പറഞ്ഞൊരു സീനാണ്. ബാക്ക് ഒന്നും കൂടി സ്ട്രോങ് ആവാൻ വേണം. അതേസമയം ന്യൂനോ മെൻഡസിനെ വിങ് ഇട്ടതിനാ ടെറി ഹെൻറി ആ സാധനം പറഞ്ഞു. പിന്നെ പുള്ളി ബാഴ്സലോണ ഫാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഞാൻ പറയണെന്ന് വെച്ചാൽ PSG ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങേഴ്സ് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു സീനിയർ ടീം കളിക്കുന്നത് ബർക്കോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്ന് പറയുന്ന കളിച്ച സെക്കൻഡ് ഹാഫിൽ ആരാ വന്നേ? സെക്കൻഡ് ഹാഫില് ലീ കാങ് ഇൻ വന്നു, ഗോൺസാലോ റാമോസ് വന്നു, ലൂക്കസ് ഹെർണാണ്ടസ് വന്നു. അവിടെ യമാലിന് 2 പേരായി, ന്യൂനോ മെൻഡസായി ഈ പറഞ്ഞ ഹെർണാണ്ടസ്. പക്ഷേ ഞാനിപ്പോ ഞാൻ യമാലിനെ കണ്ടില്ലെന്ന് പറയാൻ കാരണം യമാല് ട്രിവേല പാസസ് അടിപൊളിയായിട്ട്. പിന്നെ ഫസ്റ്റ് 360 ടേൺ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം സാധാരണ യമാല് ടേക്ക് ഓൺ ചെയ്യണല്ലോ ടേക്ക് ഓണോ ഡ്രിബിളോ ആ ഒരു സംഭവം ഒന്നും കണ്ടില്ല. എനിക്ക് പക്ഷെ സത്യം പറയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമും ഇല്ലേ, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ, ഞാൻ അവിടെ ഇരുന്നിട്ട് കളി കണ്ടപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഒരു കേസാ. 2 ടീം ശോകമായിരുന്നു. അതൊന്നും പരിക്കിന്റെ കാര്യം ഉണ്ടാവും. എസ്പെഷ്യലി അത് PSG ആണ് കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നത്. നല്ല ശോകമായിരുന്നു. പക്ഷെ ആ നമ്മളിത് പറയില്ലേ, റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആ കറക്റ്റ് ബാഴ്സ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് തന്നെ അവരെ ബ്രേക്ക് ചെയ്ത് ഗോളാക്കി അതിലവർ ജയിച്ചു.
സത്യത്തിൽ രണ്ട് ടീമും ചാൻസ് കിട്ടില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ല പി എസ് സിക്ക് ചാൻസ് ഇഷ്ടം പോലെ കിട്ടി. ബ്രാക്കോളൊക്കെ കിട്ടി, രണ്ട് ടീമിനും കിട്ടി. അതിപ്പോ എന്തായാലും ആവട്ടെ, പൊട്ടി നീ ഒന്നും വേണ്ടിയില്ലല്ലോ. ഞാൻ തോറ്റു. നോക്കിയിട്ട് സെവിയെ പി എസ് ജിയും കളി നോക്കുമ്പോ എനിക്ക് പി എസ് സിക്ക് എതിരെ പൈസ നന്നായിട്ട് കളിച്ച്, സെവിയക്ക് എതിരെ സ്വർണ്ണ കളിയായിരുന്നു. പിന്നെ തോറ്റ്, എനിക്ക് കഥയൊന്നുമില്ല, ജയിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളൂ. അത്രേ ഉള്ളൂ, തിരിച്ചു വരൂല. ചാമ്പ്യൻസ് ബെസ്റ്റ് പ്ലെയർ ടോപ്പ് സ്കോറർ ആയിരിക്കും. ബെസ്റ്റ് പ്ലെയർ ഇല്ലടാ, എനിക്ക് ഞാൻ വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാൻ അതപ്പോ ആർസണൽ അടിച്ചാൽ കൊള്ളാം. ആർസണൽ അടിക്കും. എനിക്കൊരു ആഗ്രഹം, അതിന്റെ ഒപ്പം പാസ് ചെയ്യും ഇതിലേതെങ്കിലും ഒന്ന്. റോമി ഇല്ല ചാൻസ്. അതിന്റെ പേര് നമ്മളൊക്കെ പറഞ്ഞല്ലേ. സോ താങ്ക് യു ഗൈസ്, കൂടെ കൂട്ടിക്കോ. ബൈ.